ചോദ്യോത്തരത്തിൻ്റെ വേളയിലേക്ക് കടക്കുകയാണ്. വളരെ പരിമിതമായ സമയമേ ഉള്ളൂ എന്ന് നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് നിസ്കാരവും ഭക്ഷണമൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് പരമാവധി സമയം അനുവദിക്കണം. 3 മണി വരെ ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരത്തിൻ്റെ പരിധി നമ്മൾ പരമാവധി നീട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇവിടെ അവതരിപ്പിച്ച വഹാബിസം എന്ന വിഷയം, ആ വിഷയത്തെ അധികരിച്ചായിരിക്കണം നിങ്ങളുടെ ചോദ്യങ്ങളെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. പ്രകോപിതമാകാത്ത രൂപത്തിൽ മാന്യമായ രീതിയിൽ ഈ സദസ്സിലെ ഇവിടെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരുടെ മഹത്വം കണക്കിലെടുക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കണം. ചോദ്യം ചോദിക്കുന്ന ആളുകൾ മാത്രം എണീറ്റ് നിന്ന് അവിടെ നിന്നാൽ മൈക്ക് കൈകാര്യം ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. ചോദ്യം ചോദിക്കുന്ന ആളുകൾ എണീറ്റ് നിന്ന് ചോദിക്കണം. വളരെ പരിമിതമായ ഹാളായതുകൊണ്ട് കണ്ടമാനം ആളുകൾ പുറത്താണ്, ഞങ്ങൾക്കറിയാം. എങ്കിലും ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് മൈക്ക് പുറത്തേക്ക് തരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെ താല്പര്യമുള്ള ആളുകൾ അപൂർവം ഉണ്ടാവുള്ളൂ. അത്തരം ആളുകൾ മുന്നിലേക്ക് അഥവാ ഹാളിൻ്റെ വാതിൽക്കലേക്കെങ്കിലും എത്തിയിരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. സംശയമുള്ളത് ചോദിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അസ്സലാമു അലൈക്കും. ഖൈറുൽ ഖുറൂനി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏറ്റവും നല്ല കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും ജീവിച്ച ആദ്യത്തെ നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിൽ ഇന്ന് ഈ ലോകത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാന്മാരിൽ ഏറ്റവും മഹാനായ അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ കൊണ്ട് ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും കാണുന്നത് പോലെ വരുമാനം ഉണ്ടാക്കി മതസ്ഥാപനങ്ങൾ നടത്തിയതായി വല്ല തെളിവും ഉണ്ടോ? വിനീതമായി അവിടുത്തെ മറുപടി ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെ കാലത്തിൻ്റെയും പരിസ്ഥിതിയുടെയും പ്രശ്നം അവിടെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുമല്ലോ. കാലം മാറി 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 വന്നപ്പോൾ പ്രാധാന്യം മുഴുവൻ പണത്തിനായി. അപ്പോൾ പണത്തിനും ദുന്യാവിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം വന്നപ്പോൾ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കൈകാര്യം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പണത്തിൻ്റെയും ദുന്യാവിൻ്റെയും ആവശ്യം വന്നു. ആ ആവശ്യങ്ങൾ വന്നപ്പോഴാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെയും മറ്റും കാലത്ത് റസൂലുള്ളാഹിൻ്റെ സ്വഹാബത്തിൻ്റെ നിങ്ങൾ ചോദിച്ചിൽ തന്നെ കുറച്ച് തകരാറുണ്ട്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലാണ്, ആയിഷ ബീവി താമസിച്ചിരുന്ന ആ റൂമിലാണ് പുന്നാര നബിയുടെ ജഡം അറമാടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ റൂം അടച്ചിട്ട് കാര്യമായി ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിലാണ് പോരൽ. അപ്പോൾ അവിടുത്തെ നാട്ടിൽ തന്നെയുള്ള സംസ്കാരമല്ല നമ്മളെ നാട്ടിലെ സംസ്കാരം. നമ്മളെ നാട്ടിലെ സംസ്കാരം നമ്മളെ നാട്ടിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ സംഭാവന ചെയ്തും പണം കൊടുത്തുകൊണ്ടും വരില്ല. നിങ്ങൾ ചോദിച്ച ഞാനോടും ഒരു ഭാഗത്തേക്ക് നിങ്ങളെ ശ്രദ്ധ ചെലുത്താം. മദീനത്തെ പള്ളി ഉണ്ടാക്കിയപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കൾ ശ്രമദാനത്തിലൂടെയാണല്ലോ പള്ളി ഉണ്ടാക്കിയത്. ശ്രമദാനത്തിലൂടെ നിങ്ങൾ ഒന്നുകൂടി എഴുന്നേറ്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ മാതിരി എന്നാലേ നിങ്ങളെ കാണുള്ളൂ. ശ്രമദാനത്തിൽ എഴുന്നേറ്റ് നിന്ന അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കൾ അങ്ങനെ ശ്രമദാനം ചെയ്ത് പള്ളിയെടുപ്പിച്ച മാതിരിയാണോ നമ്മളെ നാട്ടിലെ പള്ളിയെടുപ്പിച്ചലിപ്പോൾ? ആണോ? നിങ്ങൾ പറയും, സംശയം തീർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആണോ? മൈക്ക് നിങ്ങൾ പിടിക്കും, ഞങ്ങളെല്ലാം നടക്കുമല്ലോ. ചോദ്യം മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായി. നമ്മളെ നാട്ടിൽ പള്ളി പണിപ്പെടുപ്പിക്കുന്ന മാതിരിയാണോ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് പള്ളി എടുത്തത്? ആരെങ്കിലും പള്ളിപ്പണിക്ക് സംഭാവന ചെയ്തിക്കണോ? ഇല്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ ബന മസ്ജിദൻ ലില്ലാഹി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, മൻ ബന മസ്ജിദൻ ലില്ലാഹി എന്ന ഹദീസിൽ പ്രചോദിതരായിട്ട് അന്നത്തെ സ്വഹാബാക്കൾ എന്ത് ചെയ്തു? കല്ല് കൊണ്ടേ കൊടുത്തു, അന്ന് ചെയ്യേണ്ടതൊക്കെ കൊണ്ടേ കൊടുത്തു, മട്ടൽ കൊണ്ടേ കൊടുത്തു. അങ്ങനെ ശ്രമദാനത്തിൽ നബി അടക്കം ഏറ്റിയിട്ട് കൊണ്ടേയിട്ടുണ്ടാക്കി. ഈ രീതിയിലല്ലല്ലോ നമ്മളെ നാട്ടിലെപ്പത്തെ പള്ളിയെടുക്കൽ. അപ്പോൾ കാലോചിതമായി വന്ന മാറ്റം കൊണ്ട് ഈ പള്ളി അടുപ്പിക്കൽ മോശമാണ് എന്ന് പറയാൻ പറ്റുമോ?
അന്നത്തെ ബലം ഇതിനില്ല. ശരിയാ, ശ്രമദാനത്തോടുകൂടെ വിശ്വാസികൾ ഒന്നിച്ചുണ്ടാക്കേണ്ട പള്ളിയുടെ ആ ബലവും ഈമാനികമായ പക്വതയും ആ പള്ളിക്കുള്ള അത്ര നമ്മളെ പള്ളിക്ക് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ അധികം അറബി പണം കിട്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ പണം കിട്ടി, ഞാൻ പണം കൊണ്ട് തന്നെ പണിയെടുക്കണവർക്ക് വേറെ പണം കൊടുക്കണം. അപ്പോൾ പണം ചെലവഴിച്ചിട്ടുള്ളതായ ഒരു കൂട്ടർ ഇപ്പോൾ പള്ളി നിർമ്മിച്ചാൽ മമ്പന മസ്ജിദല്ലില്ല എന്ന് പറഞ്ഞ ഹദീസിലെ ആ പുണ്യം ഇവർക്ക് കിട്ടൂലേ? നിങ്ങളെന്ത് പറയുന്നു? കിട്ടും. എന്നാൽ കാലം മാറിയിട്ട് വരുന്ന പുതിയ ആചാരപ്രകാരവും അതിനനുസരിച്ച പുണ്യം ഇന്നത്തെ ആളുകൾക്ക് കിട്ടും എന്ന രീതിയിൽ പുണ്യകർമ്മങ്ങൾ ഖബറിൻ്റെ അകത്ത് നടന്നു വരുന്നതോ, അല്ലെങ്കിൽ ഖബർ പരിപാലനവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതത്തിനോ, അല്ലെങ്കിൽ അറബി കോളേജുകളുടെ ജീവിതത്തിനോ, അല്ലെങ്കിൽ പള്ളികളുടെ ജീവിതത്തിനോ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന ഒരു രീതി ഇന്ന് വന്നു നമ്മളെ നാട്ടിൽ. പണം എല്ലാവരും കൊടുക്കൽ തുടങ്ങിയപ്പോൾ നമ്മളെ നാട്ടിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ പള്ളിയിലൊക്കെ നടക്കുന്ന തരത്തിൽ സംഭാവന കൊടുക്കൽ നമ്മളും തുടങ്ങി. സംസ്കാരങ്ങൾ തമ്മിൽ പണ്ടും കണ്ടും കൊടുത്തും നിൽക്കുമല്ലോ. അപ്പോൾ സംസ്കാരത്തിൽ നിന്ന് തുടർന്ന രീതിയിൽ തന്നെ ദുന്യാവിൻ്റെ ആധിപത്യം നമ്മളെ നാട്ടിൽ കൂടിയതിൻ്റെ രീതിയിൽ തന്നെ നമ്മളെ നാട്ടിലും കുറേ പണങ്ങൾ എല്ലാ രംഗത്തുക്കും ചിലവഴിക്കൽ വന്നത് പള്ളിക്കും വന്നു, ഖബറിങ്ങൾക്കും വന്നു, എല്ലാം വന്നത് നല്ല വഴിക്ക് തിരിച്ചുവിടുന്ന രീതിയാണ് ഇസ്ലാമികമായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ അന്ന് സമൂഹത്തിലുണ്ടാക്കാൻ ശ്രമിച്ചത്. ഒന്നിരിക്കലോ സാധു കുടുംബങ്ങൾ ഖബറിൽ നിന്ന് വരുമാനം കിട്ടുന്നതായിട്ട് ജീവിക്കും. നല്ലതല്ലേ? പുണ്യല്ലേ? അല്ലേ? നിങ്ങൾ പറയും പുണ്യല്ലേ? നിങ്ങൾ പറയണത് നേർക്ക് നേരെയാണ് ഇടപാട്. ഈ നേർക്ക് നേരെയുള്ള ഇടപാടിൽ നിങ്ങൾ കൂടി പങ്കെടുത്തെങ്കിലേ ഇത് നടക്കുള്ളൂ. ഇത് ഔട്ടായിട്ട് ഞാൻ കുറേ പ്രസംഗിച്ചിട്ട് കാര്യമല്ല, നിങ്ങളെ പ്രതികരണം കൂടി കേൾക്കണം. ശരിയല്ലേ? ഖബറിൻ്റെ അവിടെ പൈസ കൊടുത്താൽ ഖബറാളിക്കല്ലല്ലോ ഇത് കൊടുക്കുന്നത്. അല്ല, ആ കൊടുക്കുന്ന പൈസകൾ ഒന്നുകിൽ ഖബറാളികളുടെ കുടുംബങ്ങൾ പരമ്പരാഗതമായി തിന്നു വരുന്നവർ, ജീവിച്ചതിന് ഉപയോഗിച്ചു വരുന്നവരുണ്ടാവും. അങ്ങനെ ആരെങ്കിലും തിന്നു വരുന്നത് നല്ലതല്ലേ? സദക്ക. അപ്പൊ സദക്കയിലേക്ക് തിരിച്ചു. പള്ളിയിലേക്കോ അറബി കോളേജുകളിലേക്കോ കൊടുക്കുന്നത് സദക്കയല്ലേ? സദക്കയല്ലേ? അപ്പൊ അത്തരം സദക്കയുടെ മാർഗത്തിലേക്ക് തിരിച്ചു ഇങ്ങനെ വരുന്ന വരുമാനങ്ങൾ. ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ അതിലേറെയൊക്കെ നല്ലത് സ്വന്തം നിലക്ക് പണിയെടുത്തിട്ട് പള്ളി ഉണ്ടാക്കലാണ്. അതേപോലെ തന്നെ ഖബർ സിയാറത്തിന് പോകുമ്പോൾ അവിടെ വരുമാനമൊന്നും പ്രതീക്ഷിക്കാതെ അവിടെ സിയാറത്തും അവിടുത്തെ വർക്കത്തൊക്കെ ഉദ്ദേശിച്ച് നിർത്തലാണ് നല്ലത്. അതിന് സംശയമൊന്നുമില്ല. ഇതിലുകൊണ്ട് ശിർക്കൊന്നും വരാനില്ല. പണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോണ്ട്. മനസ്സിലായല്ലോ? മനസ്സിലായി. ശരി. രണ്ടാമത്തെ ചോദ്യം സൂറത്തുൽ ഹുജറാത്തില് അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തശഊറൂൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയർത്തിയാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ അമല് പോലും നിഷ്ഫലമായി പോകുമെന്ന് പറഞ്ഞപ്പോൾ അത്രമാത്രം ആദരവ്, ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കണം ജീവിതകാലത്ത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു. ആ ബഹുമാനം മരണശേഷവും കൊടുക്കണം. അത് തന്നെ ആ കൊടുക്കലല്ലേ ഇന്ന് സൗദി ഗവൺമെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് വിശ്വസിച്ചുകൂടെ? അതിന് മെല്ലെ വിളിച്ചോട്ടെ, അതിന് തടയണ്ടല്ലോ. ഒച്ച ഉണ്ടാക്കണ പോലെ തടഞ്ഞാൽ പോരെ? അവിടെ വന്നിട്ട് മെല്ലെ വിളിക്കണ പോലെ. അല്ലാണ്ട് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ സ്വഹാബാക്കളെ പണ്ട് തടഞ്ഞിട്ടില്ലല്ലോ. തടഞ്ഞോ? യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞല്ലേ തടഞ്ഞ്, യാ മുഹമ്മദ് എന്ന് പറഞ്ഞല്ലേ. അങ്ങനൊന്നും വിളിക്കാൻ അനുവദിക്കണ്ട. എന്നാൽ തന്നെ അന്നത്തെ ചില ജഹൂരികളായ സ്വഹാബാക്കൾ വീട്ടിൽ കുത്തിരുന്നു അടച്ചിട്ട്, നബിയെ തങ്ങളെ മുമ്പിൽ വന്നാൽ എൻ്റെ ഒച്ച കൂടിപ്പോകും, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണില്ല. അബൂബക്കർ സിദ്ദീഖ് വരെ ആ കൂട്ടത്തിൽ പെട്ടു എന്ന് ഹദീസിലുണ്ട്. നബിയെ ഞാൻ നിങ്ങളോട് വാർദ്ധക്യമുള്ള ആൾക്കാർ പറയണ മാതിരി പറയുള്ളൂ എന്ന് അബൂബക്കർ സിദ്ദീഖ് എന്നവർ ഒന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളൊന്നും ഉദ്ദേശിച്ചല്ലേ ഈ പറഞ്ഞത്, കരുതി കൂട്ടിയിട്ട് ഒച്ച ഉണ്ടാക്കണവരെയും കലഹം ഉണ്ടാക്കണവരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന്. അപ്പൊ അന്ന് തന്നെ പ്രകൃതിപരമായി ഒച്ച വരുന്നവരുടെ വിളി തടഞ്ഞിട്ടില്ല. ഇനി പ്രകൃതിപരമായി അല്ലാതെ വരുന്നവരുടെയും മെല്ലെയുള്ള വിളി തടഞ്ഞിട്ടില്ല. അതുപോലെ ഇന്നും മെല്ലുള്ള വിളി തുടരട്ടെ. ഒച്ചയിട്ട് അതവുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓല പാടില്ല എന്ന് ആയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നു. ഹുജറത്ത് ഷരീഫിന്റെ മുകളിൽ പതിച്ചു വെച്ചിട്ടുണ്ട്. ആ ആയത്തിലെ നിയമം ഇന്നും ബാധകമാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തടയാതെ ഒച്ച ഉണ്ടാക്കുന്നത് തടയാണെങ്കിൽ അത് നല്ല രീതിയാണ്. ഇപ്പം അങ്ങനെയല്ല, അവിടേക്ക് കൈ ഉയർത്തിയാൽ അപ്പടിക്കും, അങ്ങോട്ട് തിരിഞ്ഞാൽ അപ്പടിക്കും. അത് ഇബ്നു തൈമിയ്യയുടെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ നില. ഓല മസാല നേരിട്ട് ദ്വാരക്കുമ്പോൾ തിരിയാനേ പാടില്ല. സലാം പറഞ്ഞൊരു ഒറ്റ പോക്ക് പോകണമെന്നാ. ദ്വാരക്കാണെങ്കിൽ കിബിലേക്ക് തിരിഞ്ഞിട്ട് ദ്വാരക്കണമെന്നാ. അപ്പോൾ വഹാബിസത്തിന്റെ വിധാതാവ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ
ഈ ആചാരവും നിയമവും നടപ്പാക്കാനുള്ളതാണ് ഇന്നത്തെ സൗദി ഭരണകൂടം നടത്തുന്ന പരിശ്രമങ്ങളെല്ലാം അവിടെ. അത് വഹാബിസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇന്നൽ ഈമാന ലയഇരിസുൽ മദീന കമാ തഇരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹ എന്ന് പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മദീനത്ത് ഇന്ന് കാണുന്ന ഇസ്ലാം അതാണ് ഇന്ന് ലോകത്ത് കാണുന്ന ഇസ്ലാമിക ആചാരങ്ങളിൽ ഏറ്റവും ശരിയായത് എന്ന് നമുക്ക് വിശ്വസിച്ചുകൂടി. അതൊക്കെ നമ്മുടെ വഹാബികൾ ഉണ്ടാക്കി തീർക്കുന്ന ഏറ്റവും വലിയ ഫിത്തനവാദ. ഞാനതിന് ഇടയായിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു ഏറ്റവും അടുത്ത ബന്ധു ഇത്ര നല്ല മനുഷ്യന്മാരെ കയ്യിൽ മദീന വന്നത് അതുകൊണ്ട് ഇക്കാരം അള്ളാൻ്റെ റസൂൽ എന്ന് പറഞ്ഞ് അവിടെ പോയിട്ടുള്ളപ്പോഴത്തെ രീതി പറഞ്ഞിട്ട് അതുപോലെ മനസ്സിലാക്കിയത് ഇന്ന് ജീവിക്കുന്ന സൗദി ഭരണകൂടത്തിലെ ആളുകളും ആ സംഗതി നടപ്പാക്കുന്നവരുമാണ് പണ്ടക്കും പണ്ടേ മദീനത്തുള്ളത് എന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെയുള്ള ഇന്നത്തെ രീതി സൗദി ഭരണകൂടത്തിൽ വരുന്നത് ഹിജറ 13-ാം നൂറ്റാണ്ടിലാണ്. 13-ാം നൂറ്റാണ്ടിൽ 13-ാം നൂറ്റാണ്ടിന്റെ മുൻപ് കഴിഞ്ഞ 12 നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയ മൂമിനീങ്ങളും വിശ്വാസികളും മുഴുവൻ പുലർത്തി വന്ന കാലത്ത് ദീന് മദീനത്തേക്ക് എത്തിയിട്ടില്ലേ? ഇതേ ഹദീസിനെ വ്യാഖ്യാനിച്ചത് ഞാനിവിടെ വായിച്ചു. മാലിക് എന്നവരുടെ കാലത്തെക്കുറിച്ചാണ് ആ പറഞ്ഞതെന്ന് മുഹദ്ദിഥീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മദീന പൊളിയൂന്ന് ഹദീസിലുണ്ട്, മദീന ഹറാബാവും, മദീനയിൽ ദീനുണ്ടാവൂല എന്ന്. മദീനയിൽ ദീനുണ്ടാവൂല, മദീന ഹറാബാകുമെന്ന് ഹദീസിലുണ്ട് അവസാന കാലത്ത്. അപ്പൊ ആ ഹറാബാകുമെന്ന അതല്ലല്ലോ ഈ ദീൻ അതിലേക്ക് അടങ്ങുന്നറിഞ്ഞത് അല്ല. ദീന് മദീനയിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞത് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ കഴിഞ്ഞുപോയി എന്നാണ് നല്ലൊരു വിഭാഗം മുഹദ്ദിസുകൾ വ്യാഖ്യാനിച്ചത്. ഒരു വലിയ വിഭാഗം എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, മദീനയിൽ മാത്രം ദീൻ അവശേഷിക്കുന്ന ഒരു കാലം വരും എന്നും വ്യാഖ്യാനിച്ചു. എന്താണെങ്കിലും 12 നൂറ്റാണ്ട് കഴിഞ്ഞു പോയ നടപടിക്ക് വിരുദ്ധമായിട്ട് ഇന്ന് സൗദി ഭരണകൂടം നടത്തുന്നതാണ് മദീനയിലെ നല്ല ദീന് എന്ന് പറയാൻ ഒരു ന്യായമല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 12 നൂറ്റാണ്ട് കഴിഞ്ഞത് മോശം നടപടി? ഇപ്പം വഹാബി ഭരണകൂടം ഈ ചിന്തയിൽ വരെ നടത്തിയത് മാത്രം നല്ല നടപടിയെന്ന് അതാണ് ദീനെന്ന് തോന്നുന്നുണ്ടോ? ദജ്ജാൽ പ്രവേശിക്കാത്ത സ്ഥലം മദീന മാത്രമേ. അത് മണ്ണിന്റെ പ്രത്യേകതയാണ്. മക്കയുണ്ട്, മക്കത്തും പ്രവേശിക്കൂല, മദീനയും പ്രവേശിക്കൂല. ദജ്ജാൽ പ്രവേശിക്കൂല എന്നത് ത്വയ്ബ എന്ന് പറഞ്ഞ നാടിന്റെ പ്രത്യേകതയാണ്. അത് വഹാബി ഭരണകൂടത്തിന്റെ പ്രത്യേകത അല്ല. അതിനെ പഠിച്ച അള്ളാഹ് റസൂലുള്ള അവിടെ കടക്കൊണ്ട് കൊടുത്തതാണ്. അന്ന് വഹാബി ഭരണകൂടം അല്ലെങ്കിലും വരും. ദജ്ജാൽ വരുമ്പോൾ മദീന, ദജ്ജാൽ വരുന്ന കാലത്ത് വഹാബി ഭരണകൂടം അല്ലെങ്കിലും മദീനത്ത് കടക്കൂല, വഹാബി ഭരണകാലമാണെങ്കിലും കടക്കൂല. കാരണം മദീന മണ്ണിന്റെ ഹാദിഹി ത്വയ്ബ എന്ന ആ മണ്ണിന്റെ പ്രത്യേകതയാണിത്. അതും ഇതായിട്ടൊരു ബന്ധമല്ല. ഭരണകൂടം നടത്തുന്നത് മുഴുവൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബിസം. അത് കഴിഞ്ഞ കാല നൂറ്റാണ്ടുകളിലെ മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും ആചാരത്തിനും വിശ്വാസത്തിനും വിരുദ്ധം. സ്വന്തം മെനഞ്ഞുണ്ടാക്കിയ ശിർക്കിലേക്കും വിഗ്രഹാരാധനയിലേക്കും കൂട്ടും എന്ന സ്വന്തം ജൽപ്പനത്തിന് വേണ്ടിയിട്ട് മാത്രം പഠിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു തരം രീതി. ആ രീതി മഹാമോശം. നമുക്കൊന്ന് ദ്വാരക്കാനും കൂടി ഇടതരാത്ത രീതി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സന്തോഷം റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ദ്വാരക്കാൻ പറ്റാത്തൊരവസ്ഥ? റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മളെ ആവലാദ്യം സങ്കടമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒന്നും ലേശം ദ്വാരക്കാൻ പറ്റാത്തൊരവസ്ഥ നന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ മനസ്സാക്ഷിക്ക് തോന്നുന്നുണ്ടോ? സലാം പറയാൻ അനുവദിക്കും, അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അങ്ങോട്ട് പോകണം എന്നുള്ളൊരാശ നിങ്ങളെ മനസ്സിലുണ്ടോ? ഉണ്ട്. ആ ആശ പോലും പാടില്ല എന്നും സിയാറത്തിന് വേണ്ടി ഉദ്ദേശിച്ച് അങ്ങോട്ട് പോകുന്നത് തെറ്റാണ് എന്ന് ഇബ്നു തീമിയ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടുണ്ട്, വഹാബിസം അത് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ കുട്ടികളുടെ ടെസ്റ്റിലും പഠിപ്പിക്കുന്നുണ്ട്. മൗദൂദി സാഹിബിനെ തന്നെ പറയുന്ന മൗദൂദികൾ പറയുന്നു, ഇബ്നു തീമിയെ നല്ലോണം ആദരിക്കുന്ന മൗദൂദിക്കും ഈ അഭിപ്രായം ഇബ്നു തീമിയന്റെ പറ്റിയിട്ടില്ല. മദീന മണ്ണിലേക്ക് ചെല്ലുമ്പോൾ മദീനത്തെ അധിപനായ നബിനെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതല്ലാതെ മറ്റെന്താണ് മദീനക്ക് പ്രത്യേകത എന്ന് മൗദൂദി ചോദിച്ചു എന്ന് മൗദൂദിനെ പഠിപ്പിക്കുന്നതിൽ മൗദൂദികളെ ഇറക്കിയ അബുലാല മൗദൂദിന്റെ പുസ്തകത്തിലുണ്ട്. അത് നബിയോട് പ്രാർത്ഥിക്കണ്ട എന്നല്ലേ അവർ പറയുന്നത്. വിഷയങ്ങൾ പറയുന്നത് ഞാൻ മറ്റൊന്നായി. പ്രാർത്ഥിക്കുന്നതിന്റെ പുറമെ മദീനനെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ച് പോകുന്നത് തന്നെ ഹറാമാകുന്നു എന്ന് ഇബ്നു തീമിയക്ക് വാദമുണ്ട്, വഹാബിസത്തിന് വാദമുണ്ട്. നിങ്ങളറിയോ? അത് അതിനെ ഉദ്ദേശിച്ച് പോകൽ തന്നെ തെറ്റാണ്. 3 പള്ളിക്ക് മാത്രമേ യാത്ര പാടുള്ളൂ, അല്ലാത്തടത്തേക്കുള്ള യാത്ര പാടില്ല. അതുകൊണ്ട് സിയാറത്ത് ഉദ്ദേശിച്ച് മദീനയിലേക്ക് പോകാൻ പാടില്ല എന്ന് ഇബ്നു തീമിയക്കും ഇബ്നു അബ്ദുൽ വഹാബിനും വാദമുണ്ട്. ആ വാദം നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഒക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണത്. ഇല്ല. എന്നാ അത്തരം വഹാബിസത്തിന്റെ വാദമാണ് പുന്നാര നബിയുടെ ഹദറത്തിൽ ചെന്നിട്ട് അള്ളഹാനോട് കയറുന്നോട്ടെ, അതും അയക്കൂല്ലോ, കൈ ഒന്നിച്ചാ തടിയില്ലേ വഹാബിസം.
കൈ പൊന്തിച്ചാൽ അവിടുത്തെ പോലീസ് തടയില്ലേ? അത് അവര് റസൂലിനോട് ഓലാണ് വിചാരിക്കല. ഓല് ചോദിക്കണ്ടേ ഇവനോട് റസൂലുള്ളാഹിനോടോ അള്ളാഹിനോടോ ദ്വാരക്കണമെന്ന് ചോദിക്കണ്ടേ? സ്വന്തം വിചാരിച്ച് വിശ്വാസികളെ തടയല. അങ്ങനെയല്ല. എന്നാൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വഹാബിസത്തിന് ഖബറിലേക്ക് തിരിഞ്ഞിട്ട് ദുആ ചെയ്യുന്നത് പാടില്ല, അത് ബിദ്അത്താണ്, അനുവദനീയമല്ല എന്ന് ഇബ്നു അബ്ദുൽ വഹാബിന് വാദമുണ്ട്, ഇബ്നു തീമിയക്കും വാദമുണ്ട്. ആ വാദത്തിന്റെ പൂർത്തീകരണമാണ് വഹാബി ഭരണകൂടം അങ്ങോട്ട് തിരിയുമ്പോൾ കയ്യൊന്തിച്ചാ താത്തുന്നത്. അത് വഹാബിസ കഠിന തെറ്റ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലല്ലേ ഏറ്റവും നല്ലത്. സഹിഹ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു റബ്ബുനാ ഇല സമാഇ ദുനിയ ഹീന യബ്ക സുലുസുൽ ലൈലിൽ ആഖിർ ഫയഖൂൽ മൻ യദ്ഉനി ഫഅസ്തജീബു ലഹു മൻ യസ്തഗ്ഫിറു ലി ഫഅഗ്ഫിറു ലഹു മൻ യസ്അലുനി ഫഅഅതീഹി റവാഹുൽ ബുഖാരി. ഈ അടിസ്ഥാനത്തിൽ അവിടെ എല്ലാം അള്ളാഹു എന്നോട് നേർക്കുനേരല്ല. അപ്പൊ അതല്ലേ ഏറ്റവും ഉത്തമം അള്ളാഹുവിനോട്. അതിന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് ആരാ മുത്തമല്ല എന്നും ഇബാദത്തല്ല എന്നും പറയണോല്? അങ്ങനെ ആരോ പറയുന്നുണ്ടോ? ഈ ഹദീസിന് അതിന്റെ ശരിയായ അർത്ഥത്തിൽ പറഞ്ഞിട്ട് നമ്മളെ ഉറുദികളിലൊക്കെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കി, തസ്ബീഹ് ചൊല്ലി, ദിക്ർ ചൊല്ലി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നല്ലേ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ സുന്നി ഉലമാക്കൾ വായിൽ പറഞ്ഞത്. അങ്ങനെയുള്ള രാത്രിയിലെ ഇബാദത്തും രാത്രിയിലെ തഹജ്ജുദും രാത്രിയിലുള്ള ദുആയും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഉറുദികളല്ലേ പാതിരാ പ്രസംഗം എന്ന് പറഞ്ഞ് ഈ വിഭാഗം ഇല്ലാതെക്കിയത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഖബറാളികളായ ഔലിയാക്കളുടെ മുമ്പിൽ പോയി അവരുടെ ശഫാഅത്ത് തേടും, അവരുടെ മുമ്പിൽ ആവലാതി അർപ്പിക്കും. ആ രീതി ശിർക്കാണ് എന്നാ ഇബ്നു തൈമിയ്യയും മറ്റും പറയുന്നത്. അതിനെതിരെ ആ രീതിയാണ് മുന്തിയത്. അള്ളാഹിനോട് ദുആ ചെയ്യരുത് നിർത്തണം എന്ന് സുന്നികൾ ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമെങ്കിലേ നിങ്ങളെ ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ, അല്ലേ? ആരെങ്കിലും ദ്വാരക്ക് ഇന്നത്തെ രാത്രിയിൽ ഈ സമയത്ത് അള്ളാഹ് ഉത്തരം നൽകും. ഉദൂനി അസ്തജിബിലൊക്കെ ഖുർആനിൽ തന്നെയല്ലേ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട ഹദീസ് ഒന്നാം പ്രമാണം എന്ന് വഹാബി പറയണ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ, ഉദൂനി അസ്തജിബിലക്കും. ആ ദുആ പുണ്യമാർന്നൊരു ഇബാദത്താണ് എന്ന് മാത്രമല്ല അദ്ദുആഉ ഹിവൽ ഇബാദ, ഇബാദത്തിന്റെ അന്തസ്സത്ത തന്നെ ദുആയാകുന്നു. അതുകൊണ്ട് ഇബാദത്തിൽ മുഴുകിയിരുന്നാൽ തന്നെ ദുആ ചെയ്യുന്ന പുണ്യം ഞാൻ കൊടുക്കും. അതുകൊണ്ട് ദുആർക്കാൻ കുത്തിരിക്കണ നേരത്തെക്കാളും ഇബാദത്ത് ചെയ്ത് കുത്തിരുന്നോളി ഈ ഹദീസിലുണ്ട്. അതുകൊണ്ട് ദുആ മോശമാണ് എന്ന് വരുമോ? ഇല്ല, ദുആയും ഒരു ഇബാദത്താണ്. അതിന് കിട്ടുന്ന പുണ്യത്തെക്കാൾ ഏറ്റവും നല്ല പുണ്യം ദുആക്ക് ചെലവഴിക്കുന്ന സമയം കൂടി ഇബാദത്തിന് ചെലവഴിച്ചാൽ പുണ്യം കിട്ടും എന്നും ഇസ്ലാമിലുണ്ട്, ഹദീസിലുമുണ്ട്. അതേ രീതിയിൽ അള്ളാന്റെ ഔലിയാക്കന്മാരോടും നബിമാരോടും ഇസ്തിശ്ഫാ നടത്താം. ആ ഇസ്തിശ്ഫായിലൂടെ ദുആക്ക് ഉത്തരം കിട്ടുമെന്നും ഖുർആനിലുണ്ട്. ഖുർആനിലെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബാക്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്, കഴിഞ്ഞ കാല മുസ്ലിമീങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ദുആ ഇല്ലാതായിട്ടില്ല, അത് പോക്കിയിട്ടുമില്ല. അത് നല്ല ഇബാദത്താണ് എന്നുള്ള ഇസ്ലാമിന്റെ അധ്യാപനം ഇന്നും നിലനിൽക്കുന്നു. സുന്നികൾ പ്രബോധനം ചെയ്യുന്നു, പ്രസംഗിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. തഫ്സീർ ഇബ്നു കസീർ നമ്മള് ഇത് കഴിഞ്ഞാ തഫ്സീർ ഇബ്നു കസീർ അംഗീകരിക്കുന്നുണ്ട് അല്ലേ? അംഗീകരിക്കും. തഫ്സീർ ഇബ്നു കസീർ അല്ലാമ ഇബ്നു കസീർ ആരംഗീകരിക്കുമോ ഞങ്ങൾ ചോദിക്കുന്നത്? നമ്മള് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്. അല്ലാമ ഇബ്നു കസീറിന്റെ തഫ്സീർ നമ്മുടെ തഫ്സീറുകളിൽപ്പെട്ട തഫ്സീറല്ലേ? അതിനൊക്കെ നമ്മൾ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. കാര്യമായിട്ട് ഇസ്തിശ്ഫായൻ എന്ന തെളിവ് ഉദ്ധരിക്കുന്ന ഇബ്നു കസീറിന്റെ തഫ്സീറാണ്. അവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്നുള്ള ആയത്തിൽ എവിടെല്ലാം അല്ലാഹു യസ്അലൂനക എന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇദാ സഅലക അതിൻ്റെ എല്ലാം ശേഷം കുൽ എന്ന് പറയാറുണ്ട്. ഇവിടെ മാത്രം കുൽ എന്ന് പറയാത്തത് അത്രത്തോളം അള്ളാഹുമായി അടിമ സമീപ്യസ്ഥനാണ് എന്ന അടിസ്ഥാനത്തിലാണ്. ഇബ്നു കസീർ മാത്രമല്ല, റാസിയിലുണ്ട്, തൊബിരിയിലുണ്ട്, എല്ലാ കിതാബിലും അതുണ്ട്. അതനുസരിച്ച് തന്നെ ദുആന്റെ പ്രാധാന്യമാണ് അവിടെ മൂപ്പര് ഒരു പദ്യം കൊണ്ടുവന്നിട്ടുണ്ട്, വല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബനി ആദമ ഹീന യുസ്അലു യഗ്ളബു. അതുകൊണ്ട് അത് ഹദീസ് തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത്, ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹി വഇദാ സഅൽത ഫസ്അലില്ലാഹ്. ഹദീസ് തന്നെ ഉണ്ട്. നിന്റെ ഇസ്തിആനത്ത് മുഴുവൻ അല്ലാഹുവിനോടാകണം, നിന്റെ ചോദ്യം മുഴുവൻ അല്ലാഹുവിനോടാകണം. അല്ലാഹു അല്ലാത്തവൻ എൻ്റെ മനസ്സിൽ നിന്ന് തീർത്തും കളയണം. ബാപ്പാനോട് ചോദിക്കരുത്, ഹോട്ടലിൽ പോയി ചായ ചോദിക്കരുത്, ഡോക്ടറോട് പോയി രോഗം പറയരുത്, ഒരു ചോദ്യം ചോദിക്കരുത്. ഈ ചോദ്യങ്ങളൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ വെച്ചോന്ന് ഹദീസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ തത്വമാണ് സൂഫി വര്യന്മാര് അള്ളാഹിനോട് ചോദിച്ചാൽ കാര്യം കിട്ടൂ, അല്ലാത്തവരൊക്കെ അള്ളാഹ് തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിലേ കാര്യം കിട്ടുള്ളൂ എന്ന് വിശദീകരിച്ചു തന്നത്.
അത് ഉദാത്തമായ മനസ്സാണ്. ആ മനസ്സിലേക്ക് എത്തുന്നതാണ് തൗഹീദിന്റെ കുറച്ചും കൂടി നല്ലത്. അതിൻ്റെ മേലേക്ക് എത്തിയാൽ ദുആയും ചോദ്യവും തന്നെ നിർത്തിയിട്ട് എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന മനസ്ഥിതിയുമുണ്ട്. ആ മനസ്ഥിതിയിലേക്ക് ഉയരാൻ പ്രേരിപ്പിക്കുന്ന ആയത്തുമുണ്ട്, ഹദീസുമുണ്ട്. ഇതെല്ലാം വിശദമായി പഠിപ്പിക്കുന്നവരാണ് സുന്നികൾ. എന്നാലും സാധാരണ മനുഷ്യന്മാരോട് ചായ ചോദിക്കും പോലെ, ഉമ്മാനോട് കഞ്ഞി ചോദിക്കും പോലെ, ബാപ്പാനോട് പൈസ ചോദിക്കും പോലെ, സുഹൃത്തിനോട് കടം ചോദിക്കും പോലെ ഔലിയാക്കളുടെ മുമ്പിൽ പോയിട്ട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞാലും ശിർക്കൊന്നും വരൂല എന്നേ സുന്നികൾ പറയുന്നുള്ളൂ. ചോദ്യം മുഴുക്കാതെ നിങ്ങൾ പറഞ്ഞോട് തന്നെ മരിച്ചോരോട് ചോദിക്കാൻ പാടില്ല എന്നാ വഹാബിസം. നിങ്ങൾ പറഞ്ഞതിലുള്ളത് ജീവിച്ചാലും മരിച്ചാലും ഒക്കെ അല്ലാത്തവരോട് ചോദിക്കരുത് എന്നല്ലേ? അല്ലേ? ഈ ഹദീസിലുള്ള എന്താ? ജീവിച്ചാലും മരിച്ചാലും ഒന്നും അല്ലാത്തവരോട് ചോദിക്കരുത് എന്നല്ലേ? നിങ്ങളിപ്പോ പാടിയ പദ്യത്തിലുള്ളത് അതല്ലേ? അങ്ങനെ വഹാബിസത്തിലുണ്ടോ? വഹാബിസം പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ പഠിപ്പിക്കുന്നത് അഹ്ലുസുന്നത്തിന്റെ സൂഫി വര്യന്മാർ ആ തസൗഫിനെ പറ്റ വിധേയത്താക്കി തള്ളും ചെയ്തു. ഇവിടെ ആരാ പരാധി? വഹാബിസല്ലേ? അല്ലേ? അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിച്ചത് ഇബാദി എന്ന് പറഞ്ഞ് അതില് എന്റെ അടിമകൾ എന്ന് അള്ളാഹു പറഞ്ഞതില് ലോകത്തുള്ള എല്ലാ അടിമകളും അള്ളാഹുവിന്റെ എല്ലാ അടിമകളും അതിൽ പെട്ടില്ലേ? അപ്പൊ എനിക്കും അള്ളാഹുവിനോട് നേർക്കുനേരെ ചോദിക്കാനുള്ള നേർക്കുനേരെ ചോദിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അങ്ങനെ ചോദിക്കും വേണം. ചോദിക്കാത്തവനോട് അള്ളാഹ്ക്ക് കോപമാണ് എന്നൊക്കെ ഹദീസിൽ പറഞ്ഞത് അങ്ങനെ തന്നെ ഇവിടെ പറയുന്നുണ്ട്. എല്ലാവരും എല്ലാ കാര്യവും ചോദിക്കേണ്ടത് അള്ളാഹിനോട് തന്നെയാണ് എന്നാണ് നമ്മൾ ഏറ്റവും മുന്തിയതായിട്ട് പഠിപ്പിക്കുന്നത്. എന്ന് വെച്ച് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്ക് വരൂല. മനസ്സിലായി? ഇസ്തിഗാസ തന്നെ വെക്കണ്ട. ഏത് ചോദ്യം നിങ്ങളിപ്പോ ഇസ്തിഗാസ പറഞ്ഞേ? എസ് എൽ എന്നല്ലേ? എസ് എൽ എന്നാണ് ഇസ്തിഗാസ എന്നർത്ഥം? അല്ല, സഹായം ചോദിക്കലല്ലേ ശിർക്ക് വരൂല. നിങ്ങളിപ്പോ ഈ ചോദിക്കുന്നത് എസ് എൽ എന്നല്ലേ? അതിൽ പഠിപ്പിക്കുന്നത് എന്താ? അള്ളാഹു അല്ലാത്തവരോട് ഒന്നും ചോദിക്കരുത് എന്നല്ലേ? അതെ. എല്ലാ ചോദ്യവും പെട്ടില്ലേ? ഇസ്തിഗാസ മാത്ര? എല്ലാ ചോദ്യം എന്ന് പറഞ്ഞാല് അള്ളാഹുവിനോട് ചോദിക്കണ്ടേ? അതെവിടെ? അത് ആ ഹദീസിന്റെയോ ബൈത്തിന്റെയോ ഏത് വാക്യത്തെ നിങ്ങൾ കണ്ടെത്തിയതാണ്? ഒരു തുണ്ട് പറഞ്ഞാണ്, ഒറ്റ തുണ്ട്. ഇബ്രാഹിം നബി പറഞ്ഞില്ലേ വിദാ മരിൽതു ഫഹുവ യശ്ഫീനി. അപ്പോ അങ്ങനത്തെ ഒരു അള്ളാഹു എനിക്കുണ്ടല്ലോ. ഞാൻ എന്നെ ശിഫാക്കി തരുന്ന ഒരല്ലാഹു. അപ്പൊ ആ അള്ളാഹുവിനോട് ചോദിക്കൽ തന്നെയല്ലേ ഉത്തമം? വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ എന്ന് പഠിപ്പിച്ച ഇബ്രാഹിം നബിന്റെ തത്വം തന്നെയല്ലേ നിങ്ങൾ ഈ പറഞ്ഞ വാക്യത്തിലും പഠിപ്പിക്കുന്നത്? അല്ലേ? എന്നിട്ട് രോഗിയായാൽ ഡോക്ടറോട് പോയി ആവലാതി പറഞ്ഞിട്ട് ചികിത്സ തേടുന്ന ആള് ഈ ആയത്തിന് വിരുദ്ധമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ മാ അൻസലല്ലാഹു മിൻ ദാഇൻ ഇല്ലാ അൻസല ലഹു ദവാ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് മൗലാന ആസ്പത്രിക്ക് പോകണ്ടെന്നാണ് ഹദീസിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയേ? ആണോ? ദവ ഉണ്ട് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ദവ ഉള്ളവനോട് ചോദിക്കാന്ന് മൈമന്ന് കിട്ടിയില്ലേ? അതെ, ചോദിക്കാന്ന് കിട്ടിയില്ലേ? ആ മരുന്നുകൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതല്ലേ അത്? മരുന്നുകൊണ്ട് ചികിത്സിക്ക, ആത്മീയമായി ചികിത്സിക്ക, ആ ജാതി ചികിത്സ ഒക്കെ ചികിത്സിക്ക. അത്തരം ചികിത്സകൾ ചോദിക്കുന്നത് അള്ളാഹിനോട് മാത്രം ചോദിക്കണം എന്ന് പഠിപ്പിച്ചതിനെതിരല്ല. അള്ളാഹുവാണ് എൻ്റെ രോഗത്തിൽ നിന്ന് ശമനം നൽകുന്നത് എന്ന ആയത്തിനും എതിരല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾ വിഷയം അങ്ങനെ തെന്നിപ്പോയാൽ അതിനിവിടെ കിട്ടൂല. ഇവിടെ നേർക്കുനേരെയാണ് ഇടപാട്. ആ ചോദിച്ചു കൊടുത്ത് നിന്നിട്ട് അത് സമ്മതിച്ച് ഇങ്ങനെ പോകണം. അപ്പോൾ വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ എന്ന് അള്ളാഹ് പറഞ്ഞതുകൊണ്ട് രോഗികൾ ശിഫാക്ക് വേണ്ടി അള്ളാഹു അല്ലാത്തവരെ സമീപിക്കുന്നത് തെറ്റാണ് എന്ന് കിട്ടുമോ? കിട്ടൂല. കിട്ടുമോ? അത് പറഞ്ഞാൽ നിങ്ങൾ ഈ ഹദീസിന്റെ അടിസ്ഥാനം മല്ലം യസ്അലില്ലാ, അതില്ലെങ്കിൽ കിട്ടും. യഗ്ലബു അലൈഹി, അതില്ലെങ്കിൽ കിട്ടും. അപ്പൊ അള്ളാഹുവിനോട് നേർക്കുനേരെ ചോദിക്കലല്ലേ ഉത്തമം? അതല്ലേ ഏറ്റവും അഫ്ളല്? ചോദിക്കാതിരിക്കുന്ന അതിനേക്കാളും അഫ്ളലാണ്. അതറിയോ? ചോദിക്കാതിരിക്കുന്ന അതിനേക്കാളും അഫ്ളലാണ്. അല്ല, അഹ്സനായ അമല്, ഏറ്റവും നല്ല അമല്. നല്ല അമലില് അള്ളാഹ്ക്ക് ആ നേരം കൂടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കൽ അതിലേറെ പുണ്യമാണ് എന്ന് നബി പഠിപ്പിച്ചു. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആർക്കുക എന്ന് പറയുന്നതാണ് ഇബാദത്ത്. അതുകൊണ്ട് ഇബാദത്ത് എന്ന് പറയുന്നത് നടത്തിയാൽ തന്നെ മതി ദുആക്ക്. മൻ ശഗലഹു ദിക്രി അൻ മസ്അലതി, എന്നോട് ചോദിക്കുന്നതിനെ തൊട്ട് എനിക്ക് ഇബാദത്ത് ചെയ്യലും എന്നെ ദിക്ർ ചെയ്യലും ഒരാളെ നിരതമാക്കിയാൽ ഉഅതീഹി അഫ്ളല മാ ഉഅതി സായിലീൻ, ചോദിക്കുന്നവർക്കും ദുആ ചെയ്യുന്നവർക്കും കൊടുക്കുന്നതിലേറെ പുണ്യം ഞാൻ എനിക്ക് ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയിട്ട് ചോദിക്കാതിരിക്കുന്നവന് കൊടുക്കും. ഹദീസ്. ഈ ഹദീസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഉണ്ടോ? അപ്പൊ എന്താ പറഞ്ഞത്? ദുആ ഒഴിവാക്കിയിട്ട് ആ നേരം കൂടി ഇബാദത്ത് ചെയ്താൽ അയാൾക്കല്ലേ ഏറ്റവും വലിയ പുണ്യം. ഞാൻ രണ്ട് ഉദാഹരണം വ്യക്തികളെ ചോദിക്കാം. ഒരാൾ പള്ളിയിൽ മുസാഫ് എടുത്തിട്ട് ഖുർആൻ ഓതുന്നു അല്ലെങ്കിൽ നിസ്കരിക്കുന്നു, മറ്റൊരാൾ ആ നേരം കയ്യും കാട്ടിയിട്ട് ദുആ ചെയ്യുന്നു. ഈ രണ്ടാളിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും മുന്തിയ കർമ്മം ഏതാണ്? ഖുർആൻ പറയണം. എന്തുകൊണ്ട്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. എല്ലാത്തിനൊക്കെ ഹദീസുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ അല്ലാഹു തആല ഖുർആനെ പഠിക്കുന്നതാണ് ഏറ്റവും മുന്തിയതാക്കിയത്. എന്നിട്ടും ചോദ്യം അതിലും 2-ാം നമ്പറല്ലേ ആയത്? ചോദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആയത്തും ഹദീസും ഇല്ലേ? അത് രണ്ടും നിങ്ങൾ എങ്ങനെയാ സംയോജിപ്പിച്ച? അതൊന്നും നിങ്ങൾ സംയോജിപ്പിച്ചാണ്. ദുആനും ചോദ്യത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ട് അത് പുണ്യമാർന്ന ഇബാദത്താണ് എന്ന് പറയുന്ന തരത്തിലുള്ള വാക്കുമില്ലേ? ഈ വാക്ക് എന്നെ പിടിച്ചോളി, വൈദാ സഅലക ഇബാദി ഫഇന്നി ഖരീബ്. അതുകൊണ്ട് എന്നോട് ചോദിച്ചോളി, ചോദ്യം വല്ലതും വേണം. മല്ലം യസ്അലില്ലാ യഗ്ളിബ് അലൈഹി, ചോദിക്കാത്തവൻ്റെ മേലിൽ അള്ളാഹിൻ്റെ കോപം ഉണ്ടാവും എന്ന ഹദീസ് വെച്ചിട്ട് ഇയാൾ ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചോദിക്കാത്തതിൻ്റെ പേരിൽ അയാൾക്ക് ദേഷ്യം കിട്ടുമോ? അതല്ല, അള്ളാഹുവിനോട് ചോദിക്കാത്തവനോട്, അള്ളാഹിനോടോ സൃഷ്ടികളോടോ അതല്ല ഇപ്പൊ ചർച്ച. അള്ളാഹിനോടുള്ള ചോദ്യത്തെക്കാളും പുണ്യമല്ലേ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യല്, മറ്റേ ഇബാദത്ത് കൊണ്ട് ജോലിയാവല്? നിസ്കാരം കൊണ്ട് ഒരാൾ ജോലിയാവുക, ഒരാൾ ദുആ കൊണ്ടും ജോലിയാകുകയാണെങ്കിൽ അതിലേറ്റവും പുണ്യം നിസ്കാരം കൊണ്ട് ജോലിയാകലല്ലേ? ഇത് പഠിപ്പിച്ചത് കൊണ്ട് ദുആ ചെയ്യുന്നത് അപരാധമാണ് എന്ന് വരുമോ? വരൂല. ഇല്ല. ഇതുപോലെ തന്നെ അള്ളാഹിനോട് ചോദിക്കുന്നതും സൃഷ്ടികളോട് കാര്യങ്ങൾ ചോദിക്കുന്നതുമായാൽ എന്ത് ചോദ്യവും അള്ളാഹിനോട് മാത്രം ചോദിക്കുന്നതും സൃഷ്ടികൾ അതിനൊന്നും അവലംബിക്കാതിരിക്കുന്നതുമാണ് പുണ്യം. അതുകൊണ്ട് സൃഷ്ടികളോട് ചോദിക്കുന്നത് ശിർക്കാണെന്നോ തെറ്റാണെന്നോ മോശമാണെന്നോ വരൂല. സൃഷ്ടികളോട് ചോദിക്കേണ്ടത് അവരോട് ചോദിക്കാം. അവർ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചവരാവട്ടെ എന്തായാലും കണക്കാണ്. ജീവിച്ചവര് മരിച്ചവര് എന്ന വ്യത്യാസം ഈ കാര്യത്തിൽ ഉണ്ടാക്കിയത് ഇബ്നു തൈമിയ്യ ഇബ്നു അബ്ദുൽ വഹാബ് ആണ്. അതിന്റെ മുമ്പ് ആരും ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. എന്നാ പിന്നെ ഇനി എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയും. അപ്പോ ഞാൻ ചോദിക്കുന്നത്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അവിടെ ഇസ്തിജാബ എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം? ഇസ്തിഗാസ എന്നൊരു വാക്ക് നിങ്ങളാ പറഞ്ഞു ഓതിയത് തന്നെ ഞാൻ കേട്ടില്ല. ഇസ്തിജാബ, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. അസ്തജിബ് ലക്കും എന്നതിന് ഉദ്ഉനി എന്നതിന് എന്താണോ അർത്ഥം അതിനനുസരിച്ച് അസ്തജിബ് എന്നത് മാറും. ഇമാം റാസിയെ ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇസ്തിജാബ എന്ന വാക്കിന് പ്രതിഫലം കൊടുക്കുക എന്നർത്ഥമുണ്ടോ? കൂലി കൊടുക്കുക ഉണ്ട്. ഉജാസിക്കുന്ന അർത്ഥമുണ്ട്, ഞാൻ സ്വീകരിക്കുന്ന അർത്ഥമുണ്ട്. ഉദുനി എന്ന വാക്കിന് നിങ്ങൾ എന്നോട് തൗബ ചെയ്യുന്ന അർത്ഥമുണ്ട്. അപ്പോ അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ തൗബ സ്വീകരിക്കുമെന്ന്. അപ്പോ ഖുർആനിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇസ്തിജാബ എന്ന വാക്ക് വന്നിട്ടുണ്ട്. ഇസ്തിജാബ എന്ന വാക്ക് അവിടെ കൂലി കൊടുക്കുക എന്നർത്ഥം. കൂലി കൊടുക്കല്ല, എല്ലായിടത്തും ഒക്കല. അല്ല കൂലി കൊടുക്കുന്നിടത്ത് നിങ്ങൾ ഉത്തരം ചെയ്യുന്നിടത്തും ഒരേ അർത്ഥം അല്ല. കോള് ഒന്ന് അസ്തജിബ് അള്ളയാണ് ഫായില്, ഫല്ലസ്തജീബു എന്നോടത്തെ ഫായില് സൃഷ്ടികളാണ്. സൃഷ്ടികളെ ഇസ്തിജാബത്തിന് ആഖിറത്തിൽ കൂലി കൊടുക്കാന്ന് അർത്ഥം വെക്കാൻ നിങ്ങൾ എവിടുന്ന് പഠിക്കണ്ടായി അറബ്? ഞാൻ ചോദിക്കുന്നത് ഇസ്തിജാബ എന്ന വാക്കിന്, ഇസ്തിജാബ എന്ന വാക്കിനക്ക് എന്താണോ ദാന്റെ അർത്ഥമെങ്കിൽ അതിനനുസാരമായി മാറും. അതിനൊക്കെ ഭാഷയിലെ തെളിവ് ഇമാം റാസി വിവരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കണോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സംശയം? അതെ, ഞാനത് കേൾപ്പിക്കണോ നിങ്ങൾക്ക്? റാസി 5-ാം വാള്യം 100-101. 5-ാം വാള്യം 100-101 പേജിൽ 4 അർത്ഥങ്ങൾ ദുആക്കും അതിനനുസരിച്ചൊക്കെ ഇസ്തിജാബത്തിനും അർത്ഥം പറയുന്നുണ്ട്. മനസ്സിലായോ? അൻ യകൂന ദുആഉ ഇബാറത്തൻ അനി തൗഹീദി. ദുആ എന്നതിന്റെ അർത്ഥം തൗഹീദ് എന്നാകാം. അപ്പോൾ വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു ഉദ്ഉനി, എൻ്റെ ഏകത്വം നിങ്ങൾ അംഗീകരിക്കണം. അങ്ങനെയാണെങ്കിൽ അസ്തജിബ് ലക്കും എന്നാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ജസ നൽകും എന്നാണ് അർത്ഥം. രണ്ടാമത്തേതായി യകൂനൽ മുറാദു തൗബത അനി ദുനൂബി, തൗബ ചെയ്യണമെന്ന ഉദ്ഉനി എന്നതിൻ്റെ അർത്ഥം. പരത്തി വായിക്കണോ? മനസ്സിലായാൽ മതി. തൗബ ചെയ്യുക എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ അസ്തജിബ് ലക്കും എന്നതിന് ഞാൻ നിങ്ങളുടെ തൗബ സ്വീകരിക്കും എന്നാണ് അർത്ഥം. അയ്യക്കൂന മുറാദു മിന ദുആഇൽ ഇബാദ,
ഇബാദത്ത് എന്നാണ് ദുആക്ക് അർത്ഥം. അനങ്ങാലി അസ്തജിബ് ലക്കും എന്ന ആ ദുആക്ക് ഞാൻ സവാബ് നൽകുന്നതാണ് അർത്ഥം, അതിൻ്റെ കൂലി നൽകും, പ്രതിഫലം നൽകുന്നതാണ് അർത്ഥം. നാലാമത്തത് അൻ യുഫസ്സറ ദുആഉ ബി ത്വലബിൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു, തൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുന്ന ദുആ, നമ്മൾ സാധാരണ പറയുന്ന പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. അനങ്ങാലി അസ്തജിബ് ലക്കും എന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ 4 അർത്ഥങ്ങളും ദുആക്കുണ്ട്. അതിനനുസരിച്ച് അസ്തജിബ് എന്നതിൻ്റെ അർത്ഥം മാറും. അത് അള്ളാഹിൻ്റെ ഇസ്തിജാബത്തുമായിട്ട് ബന്ധപ്പെട്ട പദത്തിൻ്റെ അർത്ഥമാണ്. ഫല്ലസ്തജീബു എന്ന് പറയുന്നത് നമ്മളേറ്റ് ബന്ധപ്പെട്ട അതിന് എൻ്റെ ദൈവത്തിന് ഉത്തരം നൽകുക എന്ന അർത്ഥം. അള്ളാഹിൻ്റെ ദുആക്ക് അർത്ഥം വെക്കുന്നതൊക്കെ നമ്മളിനർത്ഥം വെച്ചാൽ ബുദ്ധിമുട്ടാവും. ആ വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടി അതാണ് ഇതിപ്പോൾ മനസ്സിലാക്കുക. റാസി 5, 100, 101 വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായി. ഇനി ലാസ്റ്റ് എൻ്റെ ചോദ്യം. ആയിക്കോട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ എത്രയോ മഹല്ലുകളിൽ സ്ത്രീധനത്തിൻ്റെ കമ്മീഷൻ പള്ളിയിലേക്ക് വാങ്ങുന്നുണ്ട്. അത് അനുവദനീയമാകുമോ? അതിവിടെ വഹാബിസത്തിൻ്റെ വിഷയമല്ല. അവിടെ വഹാബിസത്തിൻ്റെ വിഷയമല്ലല്ലോ. അത് വഹാബിസായിട്ട് ബന്ധപ്പെട്ട വിഷയം ചോദിക്കുക. അത് മറ്റേ നിങ്ങൾ നുസ്രത്തുക്കോ ബുൽബുൽക്കോ എഴുതി. ബുൽബുൽ നുസ്രത്തുൽ അനാം വണ്ടൂർ. ഇൻഷാ അല്ലാഹ്. പിന്നെ മദ്ഹബുകളിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിനും ഒക്കെ. അപ്പോൾ അതിന് നിങ്ങൾ തന്നെ ഉദ്ധരിച്ച അവിടെ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകമാണെന്ന് എൻ്റെ ഓർമ്മ, ഇസ്ലാം മതം എന്ന് പറഞ്ഞ പുസ്തകം. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുൽ അല മൗദൂദി പറയുന്നത്, ലോകത്ത് ഒരുപാട് ഫിഖ് പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്, അവരൊക്കെ തന്നെ അങ്ങേ അറ്റത്തെ പണ്ഡിതന്മാരും ഒരുപാട് ദീനിനു വേണ്ടി അക്ഷീണ പരിശ്രമം ചെയ്തവരുമാണ്. അങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ കൂടെ മാത്രമേ ഇസ്ലാമിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുകയും, നിങ്ങളെപ്പോലുള്ളവർ പറയും മദ്ഹബിൽ വിശ്വാസമില്ല എന്നും. ഇതെങ്ങനെയാണ് അറിഞ്ഞ തിരക്കിടില്ല. ഞാൻ അതേ പുസ്തകമാണിത്, ശ്രദ്ധിക്കുക. ഇസ്ലാം മതം ഞാൻ വായിച്ചു തരാം. വളരെ സന്തോഷം, അൽഹംദുലില്ലാ. നിങ്ങൾ പഠിച്ചാൽ നോക്കി. 4 മദ്ഹബുകളെയും വിവരിച്ച ശേഷം അദ്ദേഹം വായിക്കുന്ന വാദം കേൾക്കുക. നിങ്ങൾ ഒന്ന് എഴുന്നേറ്റിക്ക്. അങ്ങനെ പോരെ, ലേശൊരു മര്യാദ കാണിക്കുക, അതൊരു രസമാണ് എല്ലാവരും. നിങ്ങൾ ചോദ്യം കഴിഞ്ഞു, നിങ്ങൾ കഴിഞ്ഞു. എൻ്റെ മാതിരി ലേശങ്ങളും നിൽക്കണോ? അതെൻ്റെ നിങ്ങളെ മാതിരി ആരോഗ്യം എനിക്കില്ല. ശരി, ഓക്കെ. ഞാൻ വായിക്കാൻ ലേശമുള്ളൂ. അതിനാൽ പ്രസ്തുത 4 മാർഗങ്ങളിൽ ഒന്നിനെ അനുഗമിക്കണമെന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, ജമാഅത്തെ ഇസ്ലാമി എന്നല്ല. ഇതിനു പുറമെ ഒരു പ്രത്യേക ഫിഖ്ഹിനെ അനുഗമിക്കേണ്ടതില്ലെന്നും അറിവുള്ളവർ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ടു ശരീഅത്ത് വിധികൾ ആരാഞ്ഞു കണ്ടുപിടിക്കണമെന്നും അറിവില്ലാത്തവർ തങ്ങൾക്ക് കൂടുതൽ വിശ്വാസപ്പെട്ട പണ്ഡിതനെ അനുഗമിക്കണമെന്നും പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇവർക്ക് അഹ്ലുൽ ഹദീസ് എന്നാണ് പറയപ്പെടുന്നത്. ശേഷം മൗദൂദിയുടെ വകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വക, അല്ലെങ്കിൽ പരിഭാഷക്കാരൻ്റെ വകയാണെങ്കിൽ പരിഭാഷക്കാരായ ജമാഅത്തുകാരുടെ വക. മേൽ പ്രസ്താവിച്ച 4 വിഭാഗത്തെ പോലെ തന്നെ ഈ വിഭാഗവും സത്യത്തിലാണ്. ഇത് തെറ്റാണ്. മനസ്സിലായില്ല. ഒരു മദ്ഹബും 4 മദ്ഹബ് അംഗീകരിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരിട്ട് വിധികൾ ആരാഞ്ഞ് കണ്ടുപിടിക്കണം, അതായത് ഇജ്തിഹാദ് ചെയ്യണം എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. ഉത്തരേന്ത്യയിൽ അഹ്ലുൽ ഹദീസാണത്. ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാതൃപ്രസ്ഥാനമാണ് ഉത്തരേന്ത്യയിൽ അഹ്ലുൽ ഹദീസ്. അവരുടെ ഇജ്തിഹാദ് വാദവും മേൽ പ്രസ്താവിച്ച 4 വിഭാഗത്തെ പോലെ തന്നെ ഈ വിഭാഗവും സത്യത്തിലാണ് എന്ന് ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ മൗദൂദി എഴുതുന്നു. എന്ന് പറഞ്ഞാൽ മൗദൂദിക്ക് മറ്റേ മദ്ഹബിൽ വിശ്വാസം ഉണ്ടോ ഇല്ലേ? അത് ഞങ്ങൾക്കറിയൂല. സത്യമാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയണം ജമാഅത്തെ ഇസ്ലാമി ഈ പുസ്തകത്തിന്റെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇതിൽ പറയുന്നത് അഹ്ലെ ഹദീസിന്റെ കാര്യം അങ്ങനെ അവർ പറയുന്നത്, മൗദൂദിയല്ല പറയുന്നത്. അതിലെ ഹദീസ് മുജാഹിദുകളാണ് നിങ്ങളാണ് പറയണല്ലേ, അത് ഓല് പറയണേ. 4 മദ്ഹബ് അംഗീകരിക്കുന്നതിൽ ഇദ്ദേഹം പറഞ്ഞ എന്താണ് സാഹിബേ? 4 മദ്ഹബ് അംഗീകരിക്കുന്നതിൽ പറഞ്ഞത് ഭൂരിപക്ഷം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു എന്നാ മൗദൂദി പറയുന്നു എന്നല്ല. നിങ്ങൾ സാഹിബെ മുഴുവൻ വായിക്കുക, അതിലുണ്ട് എഴുതി. ഞാനാണ് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ ഈ
ഒരുപാട് കാലത്തെ അശ്രാന്ത പരിശ്രമത്തിന് ശേഷമാണ് ഈ പണ്ഡിതന്മാര് മറ്റേ ഈ മദ്ഹബ് ഗ്രന്ഥങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരിൽ കൂടെ മാത്രമേ യഥാർത്ഥമായ ഇസ്ലാമിനെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കാണിച്ചു തരൂ, നിങ്ങൾ കാണിച്ചു തരൂ, നിങ്ങൾ കാണിക്കണം, നിങ്ങൾ ഈ പുസ്തകത്തിൽ കാണിക്കണം സാഹിബ്. ഞാൻ പുസ്തകം തരുന്നത്, നിങ്ങൾ സ്റ്റേജിലേക്ക് വന്നത് കാണിക്കണം. കലഹമുണ്ടാക്കരുത്, ആരും കലഹമുണ്ടാക്കരുത്, കലഹാരും ഉണ്ടാക്കണ്ട. സാഹിബ് വാശിയിൽ പറയുന്നുണ്ടെങ്കിൽ സാഹിബ് വന്നിട്ട് ഇത് വായിച്ചു തരണം. നമ്മുടെ പ്രവർത്തകന്മാർ കലഹം ഉണ്ടാക്കരുത്. പ്രവർത്തകന്മാരോട് കലഹം ഉണ്ടാക്കാൻ പറയുന്നതല്ല, അദ്ദേഹത്തെ കൊണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അല്ലല്ല, കഷ്ടപ്പെടുത്തരുത്. ഇനി വേറെ ചോദിക്കുന്നവർ ചോദിക്കാം. ഈ പുസ്തകത്തിൽ നിന്ന് കാണിച്ചു വായിക്കും. സന്തോഷം. അവിടെ നിന്ന് സംസാരിക്കാം. നമ്മൾ വായിക്കാം, അതൊന്നും ശരിയാവില്ല. നിങ്ങളെ സംശയം തീർക്കാനേ പറ്റും. സംശയമുള്ളവർക്ക് ചോദ്യം തുടരാം. ചോദ്യം തുടരും. ഇനി ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി, സമയം കളയണ്ട. എൻ്റെ അടയാളം കളയല് ഇക്കുന്നാണ്. സഹോദരന്മാരൊക്കെ ഇരിക്കുക, ആരും ഒന്നും ചെയ്യൂല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ ഈ സ്റ്റേജിൽ വന്നാൽ ഒരാളി ഒന്നും ചെയ്യൂല. സുഖകരമായി വന്ന് സുഖകരമായി തിരിച്ചു പോകാൻ ഏത് ചോദ്യക്കാർക്കും അവസരം കൊടുക്കണം. പക്ഷെ ഇദ്ദേഹം ആ ബുക്കിലുണ്ട്, ഞാൻ വായിച്ചെടുത്തല്ല, അതിലപ്പുറമുണ്ട്, ഞാൻ കള്ളത്തരത്തിൽ എവിടുന്നോ ഉദ്ധരിച്ച് വായിക്കാന്ന് പറഞ്ഞപ്പോൾ അയാളെ കാണിച്ചു തരാൻ വിളിച്ചു എന്നേ ഉള്ളൂ. എൻ്റെ ശബ്ദം കുറച്ച് കൂടി പോയെങ്കിൽ ക്ഷമിക്കണം. ഒന്ന് ചോദിക്കാണ്ടേ, കേസിലാണ് ഇതൊന്ന് ചോദിക്കാണ്ടേ. പിന്നെ അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട അടിമക്കാണോ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഖുർആനിൽ കൂടി? എങ്ങനെ അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട അടിമക്കാണോ ഖുർആൻ, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട അടിമക്കാണോ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ള അള്ളാഹ്, അതോ പണക്കാരന്റെ ഏറ്റവും വലിയ അടിമക്കാണോ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നുള്ളതാ എനിക്ക് ചോദിക്കാല്ലേ. മനസ്സിലായില്ലേ? എവിടുന്നാ ചോദിക്കുന്നത്? എവിടെയാണ് ഞാൻ പറയണ്ടേ, ഖുർആനിലെ 2-ാമത്തെ സൂറത്തില്, പിന്നെ അതിലാ സൂറത്തിലെ ആയത്ത് ഞാൻ ഓതാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ. 2-ാമത്തെ സൂറത്തില് അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട ഏറ്റവും വലിയ തൃപ്തിപ്പെട്ട അടിമക്കാണ് സ്വർഗം എന്നുള്ളത് അതില് പിന്നെ പറയണ്ടെന്നില്ല, ഞാൻ ഓതാൻ പോയിട്ടില്ല. അതേ സമയത്ത് പണക്കാരന്റെ അടിമക്കാണോ സ്വർഗം എന്നുള്ളതാ എനിക്ക് ചോദിക്കാല്ലേ. പണക്കാരന്റെ അടിമക്കോ? പണക്കാരന്റെ അടിമയായിട്ട് അമുസ്ലിമും വരും മുസ്ലിമും വരും, അതിനൊന്നും സ്വർഗം കിട്ടൂല. ആ സ്വർഗം കിട്ടൂല. അപ്പൊ അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട അടിമക്കാണ് സ്വർഗം വാഗ്ദാനം ചെയ്തത്. സംശയം? അൽഹംദുലില്ലാഹ്. ആരും കലഹം ഉണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങൾ കണ്ടോ? എന്റെ പുസ്തകം കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ പുസ്തകം കൊണ്ടുപോകാൻ പറ്റില്ല. അടിയിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാം, ഒരു സംരക്ഷണമാണ്. ഒന്നും ഉണ്ടാവില്ല, അതൊന്നും പറ്റില്ല. ചോദിക്കുന്നവർ ചോദിക്കും. ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള വല്ല കലഹമൊന്നുമില്ല സഹോദരന്മാരെ, ഒന്നുമില്ല. എന്റെ പുസ്തകമായതുകൊണ്ട് അദ്ദേഹം വായിക്കുകയാണ്, ഇവിടുന്ന് നോക്കിയിട്ട് കാണിച്ചു തന്നാൽ അത് ശരിയാക്കും. ഒരു കുഴപ്പമില്ല, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കണം. എന്നാൽ എല്ലാ ചോദ്യക്കാർക്കും നമ്മൾ അവസരം കൊടുക്കണം. പറയ്. ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെയുള്ള പുത്തൻവാദികൾ തന്നെ അവരുടെ നേതാക്കളായി വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് ഇസ്രായേൽ പോലെയുള്ള ചാരസംഘടനകളുമായിട്ടുള്ള മൊസാദ് പോലെയുള്ള സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് MI തങ്ങളുടെ പുസ്തകത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, മാസോണിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ആ ബന്ധമുണ്ട്. അതൊന്ന് വിശദീകരിക്കണം. അതെനിക്ക് അറിഞ്ഞൂടാ. മാസോണിസ്റ്റുകൾ എന്ന പേരിൽ അറേബ്യൻ എല്ലാവരും നിരോധിക്കുന്ന അറേബ്യൻ ഭരണകൂടങ്ങളൊക്കെ എതിർക്കുന്ന ഒരു ജൂത സംഘമുണ്ട്. ജൂതന്മാരുടെ പ്രേരണ പ്രകാരം ഉണ്ടായ മാസോണിസം അൽ മാസൂനിയ എന്നാണ് അറബികൾ പറയാം. അൽ മാസൂനിയ എന്ന് പറയുന്ന മാസോണിസവുമായി ബന്ധമുള്ള ആളാണ് ജമാലുദ്ദീൻ അഫ്ഗാനി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മുഹമ്മദ് അബ്ദു എന്ന് തുടങ്ങിയവർന്ന് MI തങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വായിച്ചേ നമുക്കറിയുള്ളൂ. അതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് അറിഞ്ഞൂടാ. അത് നമുക്ക് അറിഞ്ഞൂടാ. അദ്ദേഹത്തെ പോലുള്ളവർ രേഖ വെച്ചിട്ടല്ലേ ഇതിന് ചരിത്ര വിവരം വെച്ചിട്ട്. അതൊന്നും നമ്മളിവിടെ വിഷയമല്ല. ഒരു മാസോണിസ്റ്റാണോ എന്നൊക്കെയുള്ള വ്യക്തിപരമായ വിഷയമല്ലേ. അല്ല, അത് ഇതിന്റെ ഭവിഷ്യത്തുകളൊക്കെ അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉറുദിയിലൊക്കെ പറയാറുണ്ട്. വേറെ വായിച്ച് ബോധ്യപ്പെട്ടിട്ടില്ല, വേറെ ചരിത്രമൊന്നും കിട്ടിയിട്ടില്ല. ശരി.
അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കും. നിങ്ങൾ ചോദിച്ചോളൂ. വഹാബിസം നടപ്പാക്കാൻ വേണ്ടി സൗദി അറേബ്യയിൽ പാരമ്പര്യ ഒരുപാട് സുന്നികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വായിക്കാൻ കഴിഞ്ഞു. അതിൽ വല്ല ശരിയല്ലോ? എങ്ങനെയാ പറയുന്നത്? വഹാബിസം മുഹമ്മദ് അബ്ദുൽ വഹാബ് പാരമ്പര്യ സുന്നികളായ ഒരുപാട് ആളുകളെ സൗദി അറേബ്യയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അതിൽ വല്ല ശരിയല്ലോ? അങ്ങനെ കുറേ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖബറാരാധകർ എന്നും പറഞ്ഞിട്ട് മുശ്രിക്കാന്ന് വിധി എഴുതിയിട്ട് കുറേ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്ന്. ഒരു വിപ്ലവമാകുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ഓല ആവശ്യത്തിനനുസരിച്ചിട്ട് ആ വിപ്ലവത്തിന് എതിരാളികളായി തോന്നുന്നവരൊക്കെ കൊല്ലുമല്ലോ. അങ്ങനെ കൊന്നിട്ടുണ്ട് എന്ന് ചില ചരിത്രത്തിലൊക്കെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞു. ഇനി ആ സഹോദരന് കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഈ നിങ്ങളുടെ കയ്യിലുള്ള ഇസ്ലാം മതം എന്ന് പറയുന്ന പുസ്തകം ദാറു തബ എന്ന് പറഞ്ഞ സൗദി അറേബ്യയിൽ നിന്ന് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർ അച്ചടിച്ചതാണ്. അതാണ് ഇവിടെയുള്ളത് ഞാൻ പറയുന്ന കാര്യം IPH പുറത്തിറക്കിയ പുസ്തകത്തിലുള്ള കാര്യം ഞാൻ പറയട്ടെ. അപ്പോ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും കൂടെ ഇരിക്കാം, ഈ രണ്ട് പുസ്തകവും വെച്ചിട്ട്. സംശയമില്ല, ഒരു കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഞാൻ തീർച്ചയായിട്ടും അത് നിങ്ങളോട് കളവ് പറഞ്ഞിട്ട് മേലെ നിൽക്കേണ്ട ഒരാവശ്യമില്ല. വല്ലാഹി ഹക്കാണ്. IPHന്റെ പുസ്തകത്തിൽ അത് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞോ സഹോദര? കഴിഞ്ഞോ? യെസ്, പറയൂ. പക്ഷേ ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്ത് ഞാൻ കട്ടെടുത്തിട്ടില്ല. നിങ്ങൾ സമ്മതിച്ചില്ലേ? ഞാൻ പറഞ്ഞെടുത്തില്ല എന്നില്ല നിങ്ങളും സമ്മതിക്കണം. അതില്ല, ഞാൻ സമ്മതിക്കൂല. ഇത് ഞാൻ ബോധ്യപ്പെടുത്തി സഹോദരൻ. നിങ്ങൾ മെല്ലെ പറയൂ. ഈ പുസ്തകത്തിലില്ലാന്ന് നിങ്ങൾ ഇരിക്കുകയല്ലേ പക്ഷാക്ക്. നിങ്ങൾ ഞാൻ തന്ന ഈ പുസ്തകത്തില് ഇതിലില്ല, നിങ്ങൾ സമ്മതിച്ചില്ലേ? ഇല്ല. നോക്കൂ, ഇനി നിങ്ങൾ നിങ്ങൾ മോലെ ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ പറയുന്നത് കേരളത്തിൽ നിന്ന് IPH ഇറക്കിയ പുസ്തകത്തിൽ അത് ഉണ്ട്. അത് നിങ്ങൾ തെളിയിക്കുമ്പോ ഞാൻ സമ്മതിച്ചാ പോരെ സുഹൃത്തെ? നോക്കൂ, നിങ്ങൾ സമ്മതിക്കണമെന്ന് തന്നെ ഇല്ല. കാരണം ഞാൻ അതിന്റെ ഹക്ക് അതാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞോളി. ഞാൻ അത് വായിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇസ്ലാം മതം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നു, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വിശ്വസിക്കുമെങ്കിൽ. ഇവിടെ പറയുന്നത് ഞാനല്ലേ, അത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ പറയുന്ന സംവാദം ഞാൻ സമ്മതിക്കാം. നിങ്ങൾ പറയുന്ന സംവാദം ഞാൻ സമ്മതിക്കാം. കേരളത്തിൽ നിന്ന് പുറത്തിറക്കുന്ന IPSന്റെ പുസ്തകത്തിലും ഇസ്ലാം മതം എന്ന പുസ്തകത്തിലും ആകെ മൊത്തമുള്ളത് ഒരു മദ്ഹബും അംഗീകരിക്കാതെ നാലാലൊരു മദ്ഹബിൽ നിന്ന് വിട്ടിട്ട് ഖുർആൻ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് ചെയ്യാമെന്ന് പറയുന്ന അഹ്ലുൽ ഹദീസിന്റെ വാദവും സത്യമാണ് എന്ന് ഇസ്ലാം മതത്തിലുണ്ട്. അത് IPH ഇറക്കിയിട്ടുള്ള അതേ ഇസ്ലാം മതത്തിൽ ഞാൻ കാണിക്കും. അതേത് സംഘത്തിന്റെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുവന്നാലും സൗകര്യപൂർവ്വം വായിക്കും. IDFന്റെ സെക്രട്ടറിയായിട്ടോ അല്ലെങ്കിൽ കൺവീനറുമായിട്ടോ ബന്ധപ്പെടുക. ഞാൻ വായിച്ച എനിക്ക് മനസ്സിലായ മലയാളത്തിൽ അങ്ങനെ ഇല്ല. ഞാൻ മനസ്സിലാക്കിയ മലയാളത്തിൽ അങ്ങനെയുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ കിബിറല്ലി തോൽപ്പിച്ചരുത്, അത് വേണ്ട. സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ സുന്നികളുമായിട്ട് വളരെ ആളുകളെ ഇടയിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ഞങ്ങളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീർച്ചക്ക് കൊണ്ടുപോകണില്ലേ, മതപ്രസംഗത്തിന് കൊണ്ടുപോകണില്ലേ എന്നെല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനൊരു ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു ചുറ്റുപാടാണ്. അപ്പൊ അതൊന്ന് വിശദീകരിച്ച് അന്ന സംശയം തീർത്തന്നാൽ തിരക്കിടില്ല. അത് നല്ലപോലെ വിശദീകരിച്ചിട്ട് മനസ്സിലാക്കണമെങ്കിൽ സ്ത്രീ പള്ളിയിൽ എന്ന IPS പുറത്തിറക്കുന്ന IPS ഇസ്ലാമിക പ്രസാധക സംഘം പുറത്തിറക്കുന്ന ഒരു പുസ്തകമുണ്ട്. നല്ലപോലെ വായിക്കാം. അതിന്റെ മൊത്തം ഞാൻ വിവരിക്കാം. സ്ത്രീകൾ പള്ളിയിലേക്ക് മൊത്തത്തിൽ ചുരുക്കി വിവരിച്ചാൽ മതി. അൽഹംദുലില്ലാ, ഞാൻ ചുരുക്കം വിവരിക്കാം. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് പുരുഷന്മാരുടെ ജുമുഅ ജമാഅത്തുകളിൽ പങ്കെടുക്കുക. അത് പള്ളിയിലാണെങ്കിലും പള്ളി അല്ലാത്തവിടത്താണെങ്കിലും ഒക്കെ പുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമുഅ ജമാഅത്തുകളിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുന്നതും സ്ത്രീകൾ പങ്കെടുക്കുന്നതും കുറ്റമില്ലെങ്കിലും തെറ്റാണ്. അടിസ്ഥാന നിയമം. ഇപ്പൊ മുജാഹിദീങ്ങൾ പറയുന്ന ഈ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്, ഇപ്പൊ ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ സൗദി അറേബ്യയിൽ ഒരു പള്ളിയിലും പിന്നെ പള്ളിയിൽ സ്ത്രീകൾ ജുമാക്കോതായിട്ട് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് പിന്നെ റമദാനിൽ തറാവീന് പങ്കെടുത്തവര് കാണുന്നുണ്ട് എന്നല്ലാതെ ജുമാക്ക് ഒരു പള്ളിയിലും സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന എനിക്ക് അനുഭവത്തിലില്ല. ഞാൻ പറയേണ്ട സുഹൃത്തെ, നിങ്ങളെ മൈക്ക് കയ്യിലൊന്ന് അപ്പുറത്ത് കൊടുക്കും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. നിങ്ങളിപ്പോ ചോദിച്ചത് അതിന്റെ നിയമല്ലേ? സൗദി അറേബ്യയിൽ പോയാലും പോയിട്ടില്ലെങ്കിലും ഇസ്ലാമിന്റെ നിയമം ഒന്നാണ്. പറയുന്നത് സൗദി അറേബ്യയിലെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. അതൊന്നും ഞമ്മക്ക് അറിയേണ്ട, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. സൗദി അറേബ്യയിൽ പോയാലും പോയിട്ടില്ലെങ്കിലും ഇവിടെ വിഷയം ഒന്നാണ്. സൗദി അറേബ്യയിൽ ജുമാ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടുത്തെ ജുമാ ജമാഅത്തിൽ നിയമം മാറൂല. ഇസ്ലാമിന്റെ നിയമം ഒന്നാണ്.
ഇസ്ലാമിൻ്റെ നിയമം ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന ഹദീസിനെ ആസ്പദമാക്കിയിട്ട് ഏറ്റവും പുണ്യമാർന്ന കൂലി അഷ്റഫുൽ ഖൽക്കിൻ്റെ മദീനത്തെ പള്ളിയാണെങ്കിലും ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൽ ഹറാമാണെങ്കിലും അവർക്ക് അവരുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ, അവർ താമസിക്കുന്ന വീടിൻ്റെ തന്നെ അകത്തളങ്ങളുടെ അകത്തളങ്ങളിൽ നിസ്കരിക്കുന്നതാണ് പുറത്തിറങ്ങിയിട്ട് പോകുന്നതിലേറെ മുന്തിയത്. പുരുഷ ജമാഅത്തുകളിൽ അവർ പങ്കെടുക്കുന്നത് എല്ലാ ഇസ്ലാമിക നിയമങ്ങളും പാലിച്ചുകൊണ്ടാണെങ്കിലും കറാഹത്താണ്, കുറ്റമില്ലാത്ത തെറ്റ്. 4 മദ്ഹബും ഏകോപിച്ച നിയമമാണത്. നേരെ മറിച്ച് പോകുമ്പോഴോ വരുമ്പോഴോ പള്ളിയിലെത്തിയിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ വല്ല ഫിത്തനകളും പാടില്ലാത്തത് വരുമെങ്കിൽ അത് ഹറാമാണ്. ഇതാണ് ഇസ്ലാമിക നിയമം. 4 മദ്ഹബിലെ നിയമം ഇതാണ്. അപ്പോൾ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന ഹദീസ് ഓതിയിട്ട് മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്നതായ പെണ്ണുങ്ങളെ പോലും അവിടുത്തെ വഹാബി ഭരണകൂടത്തിൻ്റെ ആലു ഷെയ്ഖിൽപ്പെട്ട, അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഇമാം ഖുതുബയിൽ വളരെ കണക്കിന് ആക്ഷേപിക്കാറുള്ളത് ഇവിടെ റിപ്പോർട്ടുകൾ വരാറുണ്ട്. പക്ഷേ കേരളത്തിലെ മുജാഹിദ് ജമാഅത്തുകൾ നേരെ ബില്ലംഗം, സുന്നികൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ നേരെ ബില്ലംഗത്തിൽ വരുത്തുക എന്ന ഒരു നയം അവർക്കുണ്ട്. ആ അർത്ഥത്തിൻ്റെ ഭാഗമാണ് ഇവിടെ നിലവിലുന്നതായ ഏറ്റവും ഉത്തമമായ പാരമ്പര്യം, പള്ളിയിലേക്ക് പോകാതെ വീടുകളിൽ നിസ്കരിക്കുന്ന പാരമ്പര്യം. ആ പാരമ്പര്യത്തെ മാറ്റിയിട്ട് തകർത്തിട്ട് കറാഹത്തോ ഹറാമോ ആയ രീതിയിലുള്ള പാരമ്പര്യത്തിലേക്ക് സമുദായത്തെ നയിക്കുന്നത് കടുത്ത അപരാധമാണ്, തെറ്റാണ്. നേർച്ച പോലത്തെയോ കല്യാണത്തിനോ ഒക്കെ പെണ്ണുങ്ങൾ പോകുന്നത് ഹറാമായ രീതിയിലാണെങ്കിൽ അവിടെയും തെറ്റാണ്. അതുകൊണ്ട് നിലവിലില്ലാത്ത സാഹചര്യത്തിലെ നല്ല രീതി മാറ്റിയിട്ട് ഹറാമായ രീതി കൊണ്ടുവരണമെന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട തെറ്റല്ലേ, വൃത്തികേട്. അതാണ് മുജാഹിദ് ജമാഅത്തുകൾ പറയുന്നത്. അത് അംഗീകരിക്കാൻ വയ്യ. നിങ്ങൾക്ക് സംശയമുണ്ട്? ഗൾഫ് വഹാബിമാരുടെ ഖബറുകൾ പൊളിച്ചു എന്ന് ഉസ്താദ് വളരെ ദുഃഖത്തോടുകൂടെ പറയുകയുണ്ടായി. എന്നാൽ ഫതാവൽ കുബ്രയിൽ പറയുന്നത് കാണും, نبوي في شرح المهذب هرمة البناء في المقبرة المسبلة فإن بني فيها هدم ولا فرق في ذلك بين قبور الصالحين والعلماء وغيرهم وكم منقر العلماء على باني القبة ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്ര 2:17 പറയുന്നു. അപ്പോൾ ഇത് ഇസ്ലാമികമെന്നല്ലേ ഇവിടുന്ന് മനസ്സിലാകുന്നത്? നിങ്ങൾ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥമാണ് വായിച്ചത് അല്ലേ? അല്ലേ? ഷാഫി മദ്ഹബിലെ ഗ്രന്ഥത്തിൽ ഖബറിൻ്റെ മേലിൽ എടുപ്പെടുക്കുന്നതിനെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. ഖബറിനെ തന്നെ എടുപ്പെടുത്താൽ വിധി, ഖബറിൻ്റെ മുകളിൽ എടുപ്പെടുത്താൽ വിധി, ഖബറിൻ്റെ പരിസരത്ത് എടുപ്പെടുത്താൽ വിധി, ഖബറിൻ്റെ മുകളിൽ ഒരു കുബ്ബയും പെട്ടിയും മാത്രം വെച്ചാൽ വേറെ വിധി. ഇതൊക്കെ വിശദീകരിച്ചെഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കണ്ടോ നിങ്ങൾ? ആ വിശദീകരിച്ചതിൻ്റെ ശേഷമാണ് ഖബറിനെ തന്നെ അടിയിൽ നിന്ന് സ്വന്തമായി പടുത്തിട്ട് എല്ലാവർക്കും വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമാണെങ്കിൽ, മുസ്ലിമീങ്ങൾക്കൊക്കെ അവകാശപ്പെട്ട സ്ഥലമാണെങ്കിൽ, അങ്ങനെ ഒരു ഖബറിനെ അടിയിൽ നിന്ന് തന്നെ പടുത്തിട്ട് ചുറ്റിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ മുസബ്ബലത്തായ സ്ഥലത്തുള്ള അത്തരം കെട്ടിടങ്ങൾ പൊളിക്കണം. ഇത് ഷാഫി മദ്ഹബിലെ പ്രബലപ്പെട്ട നിയമമാണ്. എന്നാൽ തന്നെ ഔലിയാ അംബിയാ പോലുള്ളവരുടേതാണെങ്കിൽ ആ നിയമത്തിൽ നിന്ന് വിരുദ്ധമാണ് എന്നും അത് അനുവദനീയമാണ് എന്നും ബലമില്ലാത്തൊരു അഭിപ്രായം ഷാഫി മദ്ഹബിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, പറയുന്നത് ആക്കല്ലേ. ഇതൊക്കെ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരിച്ചതിൽ പ്രബല അഭിപ്രായ പ്രകാരം നഫ്സുൽ ഖബറിനെ തന്നെ പടുത്തു കൊണ്ടുവന്നാൽ രണ്ടാമതൊരു വ്യക്തിയെ അവിടെ ഖബറടക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഈ കെട്ടിടം തടസ്സമായി നിൽക്കുന്നത് കൊണ്ട് ആ കെട്ടിടത്തെ പൊളിക്കണം എന്ന നിയമം പ്രബലമാണ്. അത്തരം ഗ്രന്ഥങ്ങളും അത്തരം സാധനങ്ങളൊക്കെ പൊളിക്കണമെന്ന് ഷാഫി മദ്ഹബിലെ വിധിയുണ്ട്. അതുകൊണ്ട് എല്ലാ അടയാളങ്ങളും തേച്ചു മാച്ച് കളയണമെന്നോ ഇന്ന ആളുടെ ഖബർ ഇന്നതാണെന്ന് തിരിയിക്കുന്നത് പോക്കണമെന്നോ മുകളിൽ വെച്ച കുബ്ബ പോക്കണമെന്നോ കിട്ടില്ല. മുകളിൽ കുബ്ബ വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഇവിടെ സംസാരിച്ചത് കുബ്ബ വെച്ചതിനെ പറ്റിയാണ്. ഷാഫി തങ്ങളുടെ കുബ്ബ ഉണ്ടാക്കിയ ആളുടെ മേൽ ഉലമാക്കൾ എതിർത്തു. ആ കുബ്ബ അടിയിൽ തന്നെ പടുത്തിട്ടല്ലേ ബിനാന്റെ മുകളിൽ ആ കുബ്ബ, ആ കുബ്ബനെ പൊളിക്കണം എന്നുള്ളത് ഒരുപാട് ആള് പറഞ്ഞിട്ടുണ്ട്. കിട്ടി ഈ അടിയിൽ പടുത്താലേ അതാണ് ഞാൻ ഫിഖ് വിവരിക്കുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളത്. തല മുതൽ അവസാനം വരെ ഫതാവൽ കുബ്ര വായിക്കുക, അതിലുണ്ട് എല്ലോ. തുഹ്ഫ ഇബ്നു ഹജറിന്റെ കിതാബാണ്, അത് വായിക്കുക, അതിലുണ്ടല്ലോ. നിങ്ങൾ ഈ വായിച്ച അതേ ഇബാറത്ത് ഇബ്നു ഹജറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുഹ്ഫയിലുണ്ട്. ആ തുഹ്ഫയിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഖബറിനെ തന്നെ പടുക്കുന്നതും ഖബറിന്റെ ചുറ്റിൽ പടുക്കുന്നതും ഖബറിന്റെ മുകളിൽ പടുക്കാതെ കുബ്ബിൻ താബൂത്തും വെക്കുന്നതും ഒക്കെ വിശദീകരിച്ച് വേറെ വേറെ എഴുതിയിട്ടുണ്ട്. ഇമാം ഷാഫിന്റെ ഖറാഫയിലുള്ള കുബ്ബ അടിയിൽ നിന്നേ പടുത്തിട്ട് അതിന്റെ മുകളിലുള്ള കുബ്ബയാണ്. പടുത്തിട്ടൊരു കുബ്ബ ഉണ്ടാവുമല്ലോ,
അപ്പോൾ കുബ്ബ മോഡലാണ്, ശരിക്കുള്ള കുബ്ബയല്ല, കുബ്ബൻ്റെ മോഡൽ. കുബ്ബ മോഡലുള്ള ഇടുപ്പ്, അതുകൊണ്ട് ആ ഇടുപ്പിനെ പൊളിക്കണം എന്ന് നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൊളിക്കാൻ ആരും ഇതുവരെ നിന്നിട്ടില്ലല്ലോ, ഇല്ലല്ലോ. വഹാബികൾക്ക് അതിന് ധൈര്യം വരുന്നുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ ആ കൂട്ടത്തിൽ അവർ ഖബറിന്മേൽ അനുവദനീയമായ കുബ്ബയും പൊളിച്ചിട്ട് നമുക്ക് അടയാളങ്ങളില്ലാതാക്കി, ആളെ തിരിയാതാക്കി. ഇത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയായി എന്നേ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളൂ. സംശയമല്ലല്ലോ. ഇനി ഒരൊറ്റ സംശയം കൂടി. ഈ പള്ളിയിലേക്ക് വരൽ ഉചിതമല്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ശറഹ് മുഅദ്ദബ് പോലെയുള്ള ഫിഖഹിന്റെ കിതാബുകൾ കാണാം, ഉദുറുള്ളവർ ഇദാ ഹളറുൽ ജുമുഅത കാന അജ്സാ വ അഹ്സന. കുട്ടി ഇവരൊക്കെ ജുമുഅക്ക് തന്നെ കാന അജ്സാ വ അഹ്സന, അത് അഹ്സനാണ് എന്നാണ് കിതാബ് ശറഹ് മുഅദ്ദബ് പോലെയുള്ള കിതാബ്. അത് ശറഹ് മുഅദ്ദബിലെ അവസാനത്തേക്ക് വായിച്ചാൽ ഉദുറ് നീങ്ങി പോകുന്നവരെ പറ്റി മാത്രമാണത്, പെണ്ണിന് ബാധകമല്ലാന്നുണ്ട്. ശറഹ് മുഅദ്ദബ് തന്നെ ഉണ്ട്. സുഹൃത്തെ, ബോധ്യപ്പെട്ടാ? നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാ? ശരി. സമയം ശ്രദ്ധിച്ചോളൂ. ഉസ്താദേ, ഇസ്തിഗാസയുടെ വിധി എന്ത്? നിങ്ങൾ എന്താ പറയണേ? ഇസ്തിഗാസ. നിങ്ങൾക്ക് ഇസ്തിഗാസ തന്നെ മനസ്സിലായിട്ടുണ്ടോ? എന്നാ ഇസ്തിഗാസ ഞാൻ പറഞ്ഞുതരാം. അപകടങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് വിളിച്ചോർക്കുമല്ലോ, അതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. എനിക്ക് കാലുമ്മൽ എന്തോ ഒരു മുള്ളിത്തിയ എൻ്റെ അമ്മേന്ന് ഞാൻ പറയില്ലേ, ഈ ഇസ്തിഗാസ എന്നാ പറയാം. ഇതിൻ്റെ വിധിയാണോ നിങ്ങൾ ചോദിക്കുന്നത്, അതോ തർക്കത്തിലുള്ള ഇസ്തിഗാസന്റെ വിധിയോ? തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ ഒരു കൂട്ടം ഇബ്നു തീമിയയും ഇബ്നു അബ്ദുൽ വഹാബും തൻ്റെ കൂട്ടാളികളും ഉണ്ടാക്കിയെടുത്തൊരു ഇസ്തിഗാസയാണ്. കാരണം ഇസ്തിഗാസ മരിച്ചവരോടാക്കി പരിമിതപ്പെടുത്തിയവർ, മരിച്ചവരോട് സഹായം ചോദിക്കൽ അവരോടുള്ള ദുആയാണ് എന്നാക്കി അവർ പ്രത്യേകം വാലുകെട്ടി തത്വമുണ്ടാക്കി. ഈ ഇസ്തിഗാസനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ മരിച്ചവരോട് ആവലാതി പറയുന്നത് സുന്നത്തായ ഇസ്തിശ്ഫാഇന്റെ ഭാഗമാണ്. സുന്നത്തായ ഇസ്തിശ്ഫാഇ, അതായത് മഹാത്മാക്കളെ ചൊല്ലി അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നതിൻ്റെ പേരാണ് ശഫാഅത്ത്. ആ ശഫാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സുന്നത്താണ് എന്നാണ് ഫിഖ്ഹിന്റെ വിധി. ആ വിധിയിൽപ്പെട്ടതാണ് മരിച്ചവരെ ഉദ്ദേശിച്ചിട്ട് അവർക്ക് അള്ളാഹു നൽകുന്ന, അവരെ ചൊല്ലി അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ ശഫാഅത്തുകളും പറയലും ആ കൂട്ടത്തിൽ അവരോട് ആവലാതി പറയലൊക്കെ ഇസ്തിശ്ഫാഇൽപ്പെട്ടത്. അവിടെ ഉപകാരം ചെയ്യുന്നത് ആ മരിച്ച ആളാണോ ചെയ്യുക? ഒരിക്കലും ഒന്നുമില്ല. ജീവിച്ചോലും മരിച്ചോലും ഒരു ഉപകാരവും ചെയ്യൂല. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുടെ അടിസ്ഥാന ഭാഗമാണ്. അവിടെ ആ അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആണോ ചെയ്യുക, അതോ ആ മരിച്ച വ്യക്തി, അതായത് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കണേ മൊയ്തീൻ ഷെയ്ഖ് ആണോ നമുക്ക് ഉപകാരം ചെയ്യുക? ജീവിച്ചിരിക്കുന്ന ആളോട് ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്ന ആളാണോ അതോ അള്ളയാണോ ചെയ്യുക? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അള്ളാഹു കൊടുത്ത ആ ഒരു കഴിവുകൊണ്ട് അയാൾ നമുക്ക് അയാളുടെ കൈ കൊണ്ട് നമ്മൾ ചെയ്തു. തെറ്റാണത്, തെറ്റാണ്. അഹ്ലുസുന്നത്തിന്റെ വാദപ്രകാരം ഒരാൾക്കും അള്ള കഴിവ് കൊടുത്തിട്ടില്ല. നമ്മൾ അയാൾക്ക് അത് വിദ്യാത്ത, അത് മുഅ്തസിലത്തിന്റെ വാദമാണ്. ഇസ്ലാം കുടിച്ചു മൂടിയ മുഅ്തസിലത്തിന്റെ വാദമാണ്. ജീവിച്ചിരിക്കുന്ന ആൾക്ക് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നേരത്ത് അള്ളാഹു അയാളിലൂടെ സൃഷ്ടിക്കുകയാണ് അള്ളാഹു കർമ്മത്തെ. ഇതേ വിധം മരിച്ചവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരിലൂടെ അള്ളാഹു സൃഷ്ടിക്കും. അപ്പൊ അള്ളാഹുവനല്ലാതെ ഒരു പ്രവൃത്തിയുമില്ല, അള്ളാഹുവനല്ലാതെ ഒരു സൃഷ്ടിയുമില്ല. എന്ത് ചോദിച്ചാലും, എന്ത് ജീവിച്ചോടോട് ചോദിച്ചാലും മരിച്ചോരോട് ചോദിച്ചാലും ഉമ്മാനോട് ചോറ് ചോദിച്ചാൽ വരെ അള്ളാഹുവാണ് അത് നൽകുന്നത് നമുക്ക്. അത് വിശ്വസിക്കൽ സുന്നിന്റെ ബാധ്യതയാണ്. നേരിട്ട് നമുക്ക് ഉമ്മ തരികയാണെങ്കിലും ഉമ്മ മാധ്യമമാക്കി അള്ള തരുന്നു എന്ന് അതിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? ചോറ് തരുന്ന നേരത്ത് ഉമ്മാന്റെ കയ്യിൽ നിന്ന് തട്ടിവുക, പാത്രം പിടിക്കുന്ന നേരത്ത് ഉമ്മാന്റെ കൈ വിറച്ചിട്ട് പോകാം. നമുക്ക് കൊണ്ടുതരാൻ അള്ളാഹ്ക്ക് കഴിവില്ലാതെ വരാം. അത് അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുമ്പോൾ അതിനെ ഈ ഉമ്മാനെ മാധ്യമമാക്കുന്നു എന്നേ ഉള്ളൂ. ഇതേപോലെയാണ് ഔലിയാക്കൾ ചെയ്യുന്ന സഹായങ്ങളൊക്കെ മാധ്യമമാക്കലാണ്. എല്ലാറ്റിൻ്റെയും കർത്താവ് അള്ളാഹുവാണ്. ഇത് കഴിഞ്ഞ അത് തീർന്നാ? ഇതിൽ കൂടുതലായിട്ട് നമ്മളെ സമുദായത്തില് ഇവരെ മൊഹീദ്ദീൻ ഷെയ്ഖ് അല്ലെങ്കിൽ ബദരീങ്ങളെ എന്ന് മാത്രം കാണുന്നു. പക്ഷേ ലക്ഷങ്ങൾ കണക്കിന് പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ മറ്റു പ്രവാചകന്മാരെ വിളിച്ചൂടെ? കൂടുതൽ ശ്രേഷ്ഠത ഈ ഷെയ്ഖിനേക്കാളും പ്രവാചകന്മാർക്കല്ലേ? അത് വിളിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നുണ്ടായിത്തീരുന്നൊരു വിളിയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പഠിക്കുക ഇതൊരു ആചാരമല്ലല്ലോ.
വീണ നേരത്ത് വേദന വരുമ്പോൾ എൻ്റെ അമ്മേന്ന് വിളിച്ചൂലേ നമ്മള്. അതിനേക്കാളും നല്ലത് ഇബ്രാഹിം നബിയേന്ന് വിളിക്കലല്ലേ, അല്ലേ? അല്ല, പക്ഷെ വരൂല്ല. ശീർഷങ്ങൾ അപകടപ്പെടുത്തരുത്. ഇബ്രാഹിം നബിയേന്ന് വിളിക്കുന്നതാണ് അതിനേക്കാൾ പുണ്യമുള്ളത് എന്ന് പറയണമെങ്കിൽ ഇതൊരു പുണ്യം വിചാരിച്ച് വിളിക്കുന്നതാകണ്ടേ? പക്ഷെ ഉസ്താദ് അതില് നമ്മള് പരമാവധി ഇപ്പൊ നമ്മുടെ ഈ നമ്മളെ നാട്ടില് ആളുകൾ ഒരു പ്രത്യേകത കൊടുത്ത ഒരു ഷെയ്ഖിന്റെ മാത്രം ഒതുക്കിയാണ്. അത് നിങ്ങൾ മനസ്സിലാകേണ്ട പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. പശ്ചാത്തലം നമ്മളെ നാട്ടില് ബദരീങ്ങളെ പറ്റിയുള്ള പോരിശയും പ്രമാണങ്ങളും വയലുകളും നിരന്തരം കേൾക്കും. ബദർ കിസ്സകളും മറ്റും കേൾക്കും. അവരുടെ പേരുകളും അസ്മാകളും പാരായണം ചെയ്താലുള്ള നേട്ടങ്ങളും സമൂഹം കേൾക്കും. അപ്പോൾ ബദരീങ്ങളോടൊരു പ്രത്യേക ബഹുമാനം മനസ്സിൽ കുടിയിരുന്നു വരും. അപ്പോൾ അപകടം വരുമ്പം വിളി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ബദരീങ്ങളേന്നാണ്. ഇനി ഇബ്രാഹിം നബിയെന്ന് വിളി വരൂല. അത് സ്വാഭാവികമായി വരൂല. കൂടുതൽ ശ്രേഷ്ഠതയുള്ള അതിന് സാധ്യത ഉണ്ടാവണമെങ്കിൽ ഇതൊരു ഇബാദത്തിന്റെ ആചാരമായിട്ട് ആരെങ്കിലും പറയണ്ടേ? അങ്ങനെ ആരും പറയുന്നില്ല. ഇത് കേവലം വരുന്ന ഒരു വിളിയാണ്, നിങ്ങൾ ആ പറഞ്ഞ വിളി. നേരെ മറിച്ച് ഖബറാളികളോട് പോയി ആവലാതി പറയുന്ന വിളിയാണെങ്കിൽ ഇസ്തിശ്ഫായാണ്. അത് ഇസ്തിശ്ഫായ ആരോട് നടത്തുന്നതും സുന്നത്താണ്. കൂടുതൽ ഉപകാരം ആർക്ക് ആരെന്നാ കിട്ടുക എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നടത്താം. കൂടുതൽ ഉപകാരം പ്രതീക്ഷിച്ച് ഈ പിന്നെ മൂസാ നബി, ഇബ്രാഹിം നബി ഇങ്ങനെ മാറി നമ്മൾക്ക് വിളിക്കുന്നതിന് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. വിളിക്കുന്നതിന് കുഴപ്പമില്ല, വരുന്നത്. ഇതിൽ നിന്ന് സമൂഹത്തെ ശരിക്ക് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു പ്രസംഗിക്കാതെ വരികയാണെങ്കിൽ ഈ ഷെയ്ഖിൽ നിന്ന് മാറ്റി പ്രവാചകന്മാരിലേക്ക് ആക്കാം. അതെന്തിനാ? അതിന്റെ ആവശ്യം എന്താണ്? കൂടുതൽ മേന്മ പ്രവാചകന്മാർക്കാണ്. മേന്മ അവർക്കാണ് എന്ന് എഴുതിയിട്ടല്ല വിളിക്കുന്നത്. എനിക്കുപകാരം എവിടുന്നാ കിട്ടിയെന്ന് എഴുതിയിട്ടാണ്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഡോക്ടർ ഉണ്ട്, എന്നെ പരിചയമുള്ളൊരു ഡോക്ടർ. ആ പരിചയമുള്ള ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് ചികിത്സ തന്നാൽ എനിക്ക് നല്ലപോലെ സുഖമാവും. സാധാരണ പരിചയം. അതിലേറെ വലിയ ഡിഗ്രി എടുത്ത വലിയൊരു ഡോക്ടർ ഉണ്ട്, പെരിന്തൽമണ്ണ മൗലാനിയിലോ അൽഷിഫിയിലോ എന്ന് കരുതിയിട്ട് ഞാൻ ആളെടുത്ത് പോരണമെന്നില്ലല്ലോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഡോക്ടറെ അടുത്ത് കണ്ടൂടെ? ഇതേ രീതിയിൽ ഉപകാരം കിട്ടുമെന്ന് കണ്ട മനസ്സിൻ്റെ അകത്ത് ബഹുമാനം തോന്നുന്ന, ആദരവ് തോന്നുന്നവരാണ് വിളിച്ചു പോകുകയാണ്. അങ്ങനെ വിളിച്ചു പോകുന്നതിലേറെ പുണ്യം ഇതാന്ന് പറയണമെങ്കിൽ ഇത് പുണ്യമായി പഠിപ്പിക്കുന്നൊരു തെളിവ് വേണ്ടേ? അതിവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ നമ്മുടെ ഇതര സമൂഹങ്ങളൊക്കെ അവർക്ക് ഗുരുവായൂർ പോലത്തെ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള അമ്പലങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാം കൊണ്ടും വ്യക്തമായിട്ട് അവർക്ക് സാധിച്ചു എന്ന് അവർ പറയാറുണ്ട്. അവര് സാധിച്ചു എന്ന് അവർ പറയലുണ്ട്. പ്രത്യേകിച്ച് പല നമ്മുടെ സമൂഹം തന്നെ അങ്ങനത്തെ പുറകെ പോയിട്ട് അവിടെ നിന്ന് അവർക്ക് ആ സംഗതി സാധിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. ഈ അനുഭവത്തിൽ നമ്മുടെ സമൂഹത്തിന് ആരെങ്കിലും അങ്ങനെ പോവൽ അനുവദനീയമാണോ? അവരിൽ നിന്ന് അത് നമുക്ക് അനുഭവിച്ച് കിട്ടണമെന്നുണ്ട്. അവർ ശരിക്കും ഈശ്വരനെ അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ച് കിട്ടുന്നില്ല ഇല്ലാത്ത കാര്യം പോലും അങ്ങനത്തെ ഒരു എന്തെങ്കിലും തുലാഭാരം നടത്തിയ കർമ്മങ്ങൾ അവിടെ പോയി ചെയ്ത അവർക്ക് നടന്നു എന്ന് ബോധ്യപ്പെടുത്തും. നേട്ടം കൗമിന് പറ്റുമോ? കഴിഞ്ഞോ? നേട്ടം കിട്ടുക എന്നതൊരു വിഷയമല്ല. നേട്ടം കിട്ടുന്നത് പിശാച്ച് നൽകും. നിങ്ങൾക്ക് അതിൻ്റെ വിശദമായ പഠനം അറിയണമെങ്കിൽ പിശാച്ച് നേട്ടം നൽകുന്നതാണ് ഈ വിഗ്രഹാരാധനകൾക്കെല്ലാം കിട്ടുന്ന ഉപകാരം എന്ന് കഴിഞ്ഞ ലക്കൻ നുസ്രത്തിലുണ്ട്. ഇനി പുറത്തിറങ്ങുന്ന ലക്കൻ നുസ്രത്തുൽ അനാമുണ്ട്. നുസ്രത്ത് ഇത് പഠനങ്ങൾ മാത്രം വരുന്നതാണ്. ഈ വിഷയത്തിലെ ലേഖനം പേര് തന്നെ ജിന്നു സേവ എന്നാണ്. അപ്പോൾ ജിന്നിനെ സേവിച്ചിട്ട് ജിന്നു വഴിക്ക് കിട്ടുന്നതാണ് ഇത്തരം ഉപകാരങ്ങളൊക്കെ. അപ്പോൾ ഉപകാരം കിട്ടുന്നത് പ്രശ്നമല്ല. ഞാൻ പറയട്ടെ സാഹിബ്, ഉപകാരം കിട്ടുന്നത് പ്രശ്നമല്ല. ശൈത്താനും ജിന്നും ശൈത്താൻ ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ഉദക്കം നൽകുകയാണ്. അപ്പോൾ അത്തരം സഹായങ്ങൾ നൽകുന്നത് തന്നെ ശിർക്കിൻ്റെ ആചാരങ്ങളിലും കുഫറിൻ്റെ ആചാരങ്ങളിലും മനുഷ്യനെ തളക്കാൻ വേണ്ടിയിട്ടാണ്. ശിർക്കിൻ്റെ വിശ്വാസത്തിലും കുഫറിൻ്റെ ആചാരങ്ങളിലും. ആ ആചാരങ്ങളിൽ തളക്കാൻ വേണ്ടി ഇബിലീസ് ചെയ്യുന്ന സഹായം കണ്ട് കുഫറായി പോകുന്ന പ്രവർത്തനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. മുശ്രിക്കീങ്ങൾ മാത്രം പ്രത്യേകമായി ചെയ്യുന്ന ആചാരങ്ങൾ എടുക്കാൻ പാടില്ല. അത് ഹറാമാണ്. ചിലതുകൊണ്ട് കാഫിറായി പോകും. ഇതൊക്കെ വിശദമായി നമ്മുടെ കർമ്മശാസ്ത്രത്തിലുണ്ട്, പണ്ഡിതന്മാർ പറയാറുണ്ട്. അതിലൊരു ചെറിയ ഇതും കൂടെ ഉള്ളത്, ഇപ്പൊ നമ്മൾ അങ്ങനെ വല്ല യാറങ്ങളിലോ അല്ലെങ്കിൽ മറ്റോ നമ്മൾ ചെന്ന് ഇങ്ങനെ കർമ്മം നമ്മൾ ആ കബറാളിയെ വിളിച്ച് നമ്മൾ ചോദിക്കണം. ഇസ്തിഹാസ നടത്തുന്ന ടൈമിൽ അവർക്ക് പിശാച് എങ്ങനെ ഭംഗിയാക്കി തോന്നിക്കുകയും അതുപോലെ എങ്ങനെ അവർക്ക് ഉപകാരം ചെയ്യും, അതുപോലെയാണ് ഇവിടെയും പിശാചിന് ഇഷ്ടപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് സഹായം കിട്ടുകയാണ്. അതിന് നിങ്ങൾ പറയണമെങ്കിൽ ഔലിയാക്കന്മാരുടെ ഒന്നാമത് ഔലിയ എന്നു മനസ്സിലാക്കണം. പിശാചിനെ ഓടിക്കുന്ന, പിശാചുമായി ഒരു ബന്ധവുമില്ലാത്ത അള്ളാഹുവിന്റെ ബന്ധു എന്നാ വലിയുള്ള എന്നതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മളെ പ്രവർത്തനമാണ്, നമ്മളെ പ്രവർത്തനം തെറ്റാണ്, കുറ്റമാണ് എന്ന് ആദ്യം തെളിയണം. തെളിഞ്ഞിട്ട് ആ പ്രവർത്തനത്തിൽ തളച്ചു നിർത്താൻ വേണ്ടിയിട്ട് സഹായം ചെയ്യാണ് എന്നല്ല നിങ്ങൾ പറഞ്ഞു വരുന്നത്. അതിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം തെറ്റാന്ന് എവിടുന്ന് കിട്ടിയത്?
വലിയന്റെ മുമ്പിൽ ആവലാതി പറയുന്നത് സുന്നത്തായ ഇസ്തിഷ്ഫാ ആണ് എന്നാണ് ഞാൻ ഇപ്പൊ സ്ഥിരീകരിച്ചത്. സ്വഹാബത്തിൽ നിന്നായാലും ഇസ്തിഷ്ഫായ് നബിന്റെ മറമാടിയിട്ടുള്ള 3-ാം ദിവസം തന്നെ ഇസ്തിഷ്ഫായ് നടത്തിയത് ഹാഫിദുസ് സംആനി അതുപോലത്തെ ഇമാമിങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. പ്രാർത്ഥന എന്ന വിഷയത്തിൽ കോഴിക്കോട് അത് വിശദീകരിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടല്ലോ, കിട്ടാ പോരെ. ഹാഫിദ് സംആനി, അലി റളിയല്ലാഹു അൻഹു അവരൊക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ ഖുർത്തുബിയിലുണ്ട്, അനേകം തഫ്സീറുകളിലുണ്ട്. നബിനെ മറമാടിയ 3-ാം നാളിൽ ഒരു സ്വഹാബി വന്നിട്ട് ഖബറിങ്ങിൽ കടന്നു മറിഞ്ഞിട്ട്, യാ റസൂലല്ലാഹ്, തങ്ങളെടുത്തേക്ക് ഞാൻ ശുപാർശയ്ക്ക് വേണ്ടി വന്നതാണ്, തങ്ങൾ എനിക്ക് ശുപാർശ ചെയ്യണം, പാപ്യാണ്, ദോഷിയാണ് എന്ന് നൊലോളിച്ച് പറഞ്ഞതും നിനക്ക് പൊറുക്കപ്പെട്ടു എന്ന് ഖബറിൻ്റെ അകത്ത് നിന്ന് വിളി ഉയർന്നു എന്നുള്ള റിപ്പോർട്ട് ഹാഫിദുസ് സംആനി റിപ്പോർട്ട് ചെയ്തത് വളരെ വിശദമായ റിപ്പോർട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആചാരങ്ങൾ സ്വഹാബത്ത് മുതലേ നടന്നു വരുന്നുണ്ട്. ഇത് സുന്നത്തായ ഇസ്തിഷ്ഫാഇന്റെ ഭാഗമാണ്. മനസ്സിലായോ? അനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും സദസ്യരുടെ താല്പര്യം കണക്കെടുത്ത് 5 മിനിറ്റും കൂടി അനുവദിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് വേണം പോകാനെന്ന് എല്ലാവരോടും ഓർമ്മിപ്പിക്കും. അള്ളാഹുവിനോട് ചോദിക്കേണ്ട എല്ലാ സംഗതികളും മഹാത്മാക്കളായ ആളുകളോട് ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ നിങ്ങളെ പറയുന്നത് മനസ്സിലായില്ല. ഇവിടെ നമ്മൾ പറയുന്നത് മഹാത്മാക്കളുടെ മുമ്പിൽ ആവലാതി പറഞ്ഞതുകൊണ്ട് മുശിരിക്കാവൂല, ശിർക്ക് വരൂല എന്നാണ്. അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ സൃഷ്ടികളോട് ചോദിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദോഷം പൊറുക്കുക പോലുള്ള ദോഷം പൊറുക്കുക എന്നുള്ളത് അള്ളാഹു ഹിദായത്ത് പോലെയുള്ള സംഗതി. അതെ, ഹിദായത്തും ദോഷം പൊറുക്കലും അള്ളാഹു അല്ലാത്തവർക്ക് അധികാരമുള്ളതും അവകാശമുള്ളതുമാണ് എന്ന് വിശ്വസിച്ചാൽ ഓൻ അന്ന് തന്നെ മുശ്രിക്കാവും. അങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ ചോദിക്കുന്നത് ദോഷം പൊറുക്കുന്നതിൽ അവർക്കുള്ളതായ ശഫാഅത്ത് കിട്ടാനാണ്. ആ ശഫാഅത്ത് കിട്ടാനെന്ന ഉദ്ദേശത്തിൽ എന്തും ചോദിക്കാം. മനസ്സിലായില്ലേ? ദോഷം പൊറുക്കുക, സ്വർഗം തരുക, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാത്രം അവകാശവും അധികാരവുമാണ്. ആഖിറത്തിലെ ഇത്തരം കാര്യങ്ങളിൽ ഔലിയാക്കൾക്കും മഹാത്മാക്കൾക്കും ശഫാഅത്തുണ്ട്. ഈ ശഫാഅത്ത് കിട്ടണേ എന്നുള്ള നിലക്കാണ് അവരുടെ മുമ്പിൽ ആവലാതി പറയുന്നത്. അത് ഏത് കാര്യമാകാം. മക്ക മുശ്രിക്കുകളുടെ തൗഹീദും നമ്മുടെ മുസ്ലിമീങ്ങളുടെ തൗഹീദും തമ്മിലുള്ളൊരു വ്യത്യാസം, ഏറ്റവും വലിയ വ്യത്യാസം, മക്ക മുശ്രിക്കുകൾ അള്ളാഹു വല്ലാതെ ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിച്ചു. ബഹുദൈവ വിശ്വാസമാണ് അവർക്കുള്ളത്. ബഹുദൈവം കേൾക്കണില്ല നിങ്ങൾ? ബഹുദൈവം, ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിച്ചു. ലാത്ത ദൈവമാണ്, ഉസ്സ ദൈവമാണ്, മനാത്ത ദൈവമാണ്. നമ്മൾ അള്ളാഹു എന്ന ഏക ഇലാഹിനെ മാത്രം ഇലാഹായി റബ്ബായി വിശ്വസിക്കുന്നു. അവരെല്ലാം മഹാത്മാക്കളായിരുന്നില്ലേ? മഹാത്മാക്കൾ ലാത്ത എന്ന കല്ലല്ല. മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചത് കല്ല. മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചത് കല്ലായിരുന്നു. ലാത്ത ദേവിയുടെ പ്രതിഷ്ഠ, ഉസ്സ ദേവിയുടെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയാണ് മക്കം ഫത്തഹിൽ അള്ളാന്റെ റസൂല് ക്ഷേത്രം പൊളിച്ചപ്പോൾ അതിനൊന്നായിട്ട് പറന്നുപോയത് പിശാച്ച്. നേരെ മറിച്ച് നൂഹ് നബിന്റെ കാലത്ത് ജീവിത്ത സദ്വൃത്തരായിരുന്നു ഈ പേരിൽ അറിയപ്പെടുന്ന മഹാത്മാക്കൾ. അവരുടെ പേരിൽ ഇലാഹുകളായി കല്ലിനെ പ്രതിഷ്ഠിക്കുകയായിരുന്നു മക്ക മുശ്രിക്കുകൾ ചെയ്തത്. മനസ്സിലായോ? ബഹുമാനപ്പെട്ട അവിടുത്തെ വിഷയാവതരണത്തിൽ പറഞ്ഞു, പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അന്നത്തെ ഭരണാധികാരി ആൽ സൗദും അവർ വന്നതിൻ്റെ ശേഷമാണ് ഖബറുകൾ, ജാറങ്ങളെല്ലാം പൊളിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ അബൂ സഹ്റ എന്ന ചരിത്രകാരനെ വായിച്ചതാണ് എന്നും കൂടി ഓർക്കണങ്ങൾ എന്നിട്ട് പറഞ്ഞോളി. അപ്പോൾ വലാ ഖബറൻ മുഷ്രിഫൻ ഇല്ലാ തമസ്തഹു എന്ന് അലി റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചില്ലേ? അതാരെ പറ്റിയാണെന്നറിയോ? വലാ ഖബറൻ മുശ്രിഫൻ, ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ മുശ്രിക്കിൻ്റെ ഖബറിനെയും അതാകെ മായ്ച്ചിട്ട് കളയണം. ആ ഹദീസ് തന്നെ മനസ്സിലാക്കാം. മുസ്ലിമിൻ്റെ ഖബറിൽ ലേശം ഉയർത്തണ്ടേ, ഒരു ചാണുയർത്തണ്ടേ? അങ്ങനെ ചാണുയർത്താൻ പാടില്ല ആ മുസ്ലിമിൻ്റെ ഖബർ ഇസ്ലാമിക ഭരണകൂടത്തിൽ. അപ്പം മക്ക ഫത്തിഹായി വന്നപ്പോൾ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ മണ്ണിലുള്ള പണ്ടത്തെ മുശ്രിക്കുകളുടെ ഖബറൊക്കെ നിരപ്പാക്കണം, അടയാളയെ കാണരുത്. ഇതാണ് ആ നിർദ്ദേശം. മുശ്രിക്കിന്റെ ഖബറാണ്. അതെ, അത് ഇന്നും അങ്ങനെ തന്നെയാണ് നിയമം. ഇസ്ലാമിൻ്റെ ഭരണത്തിൽ ഒരു നാട് കിട്ടിയാൽ അമുസ്ലിമീങ്ങളെ ഖബർ മായ്ച്ച് കളയണം, പൊന്തിക്കൂല. മുസ്ലിമിൻ്റെ ഖബർ പൊന്തിക്കണം. അപ്പം ഈ പൊന്തിച്ച ഖബറൊക്കെ മായ്ച്ചിട്ട് ചിഹ്നം കളയണം എന്നാ പറഞ്ഞു. അതല്ല വഹാബിസം ചെയ്തത്. വഹാബിസം സ്വഹാബാക്കളുടേതും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ്റെതും ഹലീമത്തു സഅദിയ റസൂലുള്ളാഹിക്ക് പാലെടുത്ത് വളർത്തിയതൊക്കെ തട്ടിപ്പൊളിച്ചാണ് ചെയ്തത്. മഹാ അപരാധം. മനസ്സിലായില്ല? സഹോദരന്മാരെ, സമയം വളരെ ദീർഘിച്ചു പോയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊക്കെ നിസ്കരിക്കും വേണം, ചോറ് വയ്ക്കും വേണം, എല്ലാം വേണം.
പക്ഷേ ഒരുപാട് ആളുകൾ ഇവിടെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റേജിലിടുന്ന മഹാന്മാരും അല്ലാതെ ഈ പ്രദേശത്തുള്ള പലരും 1000 രൂപ വായിച്ചത് പറഞ്ഞു. 5-6 പേര് 1000 രൂപ ഈ പ്രദേശത്ത് നിന്ന് തന്നെ ആളുകൾ 1000 രൂപ വീതം നൽകിയവരുണ്ട്. അല്ലാതെയും ഈ സംഘത്തെയും പ്രവർത്തനത്തെയും സഹായിക്കുന്നവരുണ്ട്. അവരൊക്കെ പ്രത്യേകം ദുആ പ്രതീക്ഷിക്കുന്നു. നമ്മളും തന്നെ എല്ലാവരും 2 വാക്ക് ചൊല്ലിയിട്ടൊരു ദുആ നടത്തി പ്രതീക്ഷിച്ചു പോകുന്നതാണ് നമ്മളെ പാരമ്പര്യം. അള്ളാഹു ഖബൂലാക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ ഈ സ്വലാത്തിനെ നീ കബൂലാക്കണേ റഹ്മാനെ. ആ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അതിൻ്റെ അവകാശിയായ നിൻ്റെ ഹബീബായ ഞങ്ങളുടെ യജമാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ സകല പാപങ്ങളും പൊറുക്കണേ റഹ്മാനെ. ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കണേ റഹ്മാനെ. പാപങ്ങളുടെ പേരിൽ നീ ശിക്ഷിക്കരുതേ റഹ്മാനെ. വിചാരണ ചെയ്ത് അപകടപ്പെടുത്തരുതേ തമ്പുരാനെ. ദുന്യാവിൽ ജീവിക്കുന്ന കാലമത്രയും പാപങ്ങളിൽ നിന്ന് വെടിഞ്ഞ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വെടിഞ്ഞ് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. വിശേഷിച്ചും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു തെറ്റും കുറ്റവും ഞങ്ങളുടെ മനസ്സിൽ വരരുതേ തമ്പുരാനെ. ബിദ്അത്തിൽ നിന്ന് നീ ഞങ്ങളെ അകറ്റണേ റഹ്മാനെ. ബിദ്അത്ത് കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ റഹ്മാനെ. കുഫറിലും അകപ്പെടുത്തരുതേ റഹ്മാനെ. കുഫർ ബിദ്അത്ത് തുടങ്ങിയ വിശ്വാസത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നീ ഞങ്ങളെ നീക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയം പരിശുദ്ധമാക്കണേ റഹ്മാനെ. നീ പൊരുത്തപ്പെടുന്ന അമലുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. ഇത്തരം പരിപാടികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ പരിശ്രമങ്ങളും നീ കബൂലാക്കണേ റഹ്മാനെ. ഉദ്ദേശശുദ്ധിക്ക് ഭംഗമുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും തെറ്റായ ഉദ്ദേശങ്ങളും നീക്കി നീ ഇഖ്ലാസ് നൽകണേ റഹ്മാനെ. നിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. നീ നൽകണേ റഹ്മാനെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പരമ്പരാഗതമായി വരുന്ന 14-15 നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ആശയങ്ങൾ ലോകത്തിനിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി കൊടിയ ശത്രുക്കൾ, നിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾ അറിഞ്ഞോ അറിയാതെയോ വിവരക്കേടുകൊണ്ടോ വിവരമുണ്ടായിട്ടോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. നിൻ്റെ ദീനിനു വേണ്ടിയുള്ള പരിശ്രമം ഇനി അത് കബൂലാക്കണേ റഹ്മാനെ. നിൻ്റെ മാർഗത്തിലുള്ള ഉലമാക്കളുടെ പിൻതലമുറയായി ഞങ്ങൾ ചെയ്യുന്ന അവരുടെ പാരമ്പര്യത്തിൻ്റെ സേവനമായി നീ അത് സ്വീകരിക്കണേ റഹ്മാനെ. അത് മരണം വരെ, മരണത്തിൻ്റെ സെക്കൻഡ് വരെ തുടരാനുള്ള അർഹതയും കഴിവും നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. സാധ്യതയും സാഹചര്യവും നൽകണേ റഹ്മാനെ. ഇതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാ കരങ്ങളെയും നീ സഹായിക്കണേ റഹ്മാനെ. അവർക്കെല്ലാ ഇടപാടുകളിലും ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരുടെയും ജീവിത ഇടപാടുകളിൽ ബർക്കത്ത് നൽകി സന്തോഷത്തിലും ഐശ്വര്യത്തിലും ജീവിപ്പിച്ച് മരിക്കുന്ന സെക്കൻഡ് വരെ ഞങ്ങളെ നിൻ്റെ ത്വാഅത്തിൽ ജീവിപ്പിച്ച് മരിക്കുമ്പോൾ ഈമാൻ സലാമത്തായി മരിക്കാൻ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിൻ്റെ പുന്നാര നബിയുടെ മുഖം കണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിൻ്റെ പുന്നാര നബിയുടെ ഹദറത്തിൽ ചെന്ന് സലാം പറയാനും ആവലാതി ബോധിപ്പിക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. നീ അതിന് അനുഗ്രഹം ചൊരിഞ്ഞവർക്ക് വീണ്ടും വീണ്ടും അതിന് അവസരം നൽകണേ റഹ്മാനെ. നിൻ്റെ നബിയുടെ ലിവാവുൽ ഹംദ് എന്ന പതാകയ്ക്ക് കീഴിൽ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. നിൻ്റെ പുന്നാര നബി അവിടുത്തെ കരം കൊണ്ട് കോരിത്തരുന്ന ഹൗദുൽ കൗസറിലെ വെള്ളം ഏറ്റുവാങ്ങി കുടിക്കാൻ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മശായിഖുമാരെയും ഉസ്താദുമാരെയും ഞങ്ങളുടെ ദീനിൻ്റെ പിതാക്കളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും സ്നേഹജനങ്ങളെയും ഇഷ്ടക്കാരെയും എല്ലാവരെയും നീ അതിന് അനുഗ്രഹം ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും ഒന്നിച്ച് നിൻ്റെ ഹബീബാഹ നബിയുടെ ജിവാറിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉദക്കം ചെയ്യുമാർ നിൻ്റെ നബി തങ്ങൾ സ്വർഗം തുറന്ന് പ്രവേശിക്കുമ്പോൾ കൂടെ പ്രവേശിക്കുന്ന സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ലെങ്കിലും ഉത്തരം നൽകാൻ നീ തരപ്പെട്ടവനാണ്. നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ മോഹം നിറവേറ്റണേ റഹ്മാനെ. ഞങ്ങളുടെ മാക്സിമം മോഹമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നീ അത് നിറവേറ്റണേ റഹ്മാനെ. നിൻ്റെ ഹബീബാഹ നബിയോടൊപ്പം തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ച് അവിടുത്തെ ജിവാറിൽ നിന്നെ സദാ കണ്ടുകൊണ്ട് കഴിയുന്നു വലിയ നല്ല സുഖം നീ ഞങ്ങളെല്ലാവർക്കും നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ കടപ്പെട്ട ഞങ്ങളോട് കടപ്പെട്ട എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഗംഭീരമായി വിഷയം കാര്യഗൗരവത്തോടുകൂടെ നമുക്ക് അവതരിപ്പിക്കുകയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്ത വന്യരായ ഉസ്താദ് അവറുകൾക്ക് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. ഇവിടെ നേതൃത്വം വഹിച്ച തങ്ങളവറുകൾ, മറ്റു പണ്ഡിതന്മാർ എല്ലാവർക്കും ഈ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ അഹോരാസ്ത്രം പരിശ്രമിച്ച ബഹുമാന്യനായ ഉസ്മാൻ സാഹിബ് അവറുകൾക്കും മറ്റ് ഈ പ്രദേശത്ത് ഇതിനു വേണ്ടി ഓടി നടന്ന ഒരുപാട് സഹോദരങ്ങൾ എല്ലാവർക്കും, IDF-ൻ്റെ എല്ലാ പ്രവർത്തകന്മാർക്കും, പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് 3 സ്വലാത്തോടുകൂടെ
ഇത് പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.